പറയാൻ എനിക്ക് കാണിക്കില്ല, എല്ലാം നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടോ. റാംബോ കാണിച്ചു കൊടുക്കില്ല, ജാസി പറ്റിച്ച് കുറേ പ്രൊമോഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ, അയാൾ ഇത് റാംബോ ടീം, റാംബോ ഒരിക്കൽ സ്റ്റോറിയില്ല, എന്തോ ഭാഗ്യം അന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാൻ തോന്നിയില്ല. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ ആ റാംബോ സ്റ്റോറിയിൽ ഗായ്സ് എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എടാ എന്തിനാടാ എൻ്റെ സാധനം കട്ടുകൊണ്ടുപോയിട്ട്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എൻ്റെ പ്രൊമോഷനൊക്കെ പെൻഡിങ്ങിലായത്. ഇത് എനിക്ക് വന്ന സാധനം, ഇനി ഓർക്കുള്ള പ്രൊമോഷൻ ഈ ലൈവിൽ ഞാൻ തരാം. ആ പേജ് എന്താണെന്നറിയില്ല, ആ പേജിൻ്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കട്ട് ചെയ്തിട്ട് ഇട്ടോ മുത്തേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈസ ഞാൻ പൈസയും തരും, നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം എന്താ കഴിക്കഴിഞ്ഞാൽ നല്ല സ്പെക്സും വാച്ചും വേണമെന്നുള്ള ആൾക്കാരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ നിയാത് കട്ടുണ്ടോയ ഈ സ്പെക്സ്, നിയാത് ഇടണമെങ്കിൽ അങ്ങനത്തെ സ്പെക്സ് ഇടൂ. ഇത് എൻ്റെ അടുത്ത് കട്ടുണ്ട് പോയതാണെങ്കിലും ശരി, ഈ സ്പെക്സ് അടിപൊളി സ്പെക്സ് ആണ്. ഇത് വാങ്ങിയ ആൾക്കാരൊക്കെ, കാരണം ഇത് പ്രീമിയം ക്വാളിറ്റി, ലൂയി വിട്ടൻ എന്താ പറയുക, ലൂയി വിട്ടനും അങ്ങനത്തെ എല്ലാ രീതിയിലും സ്പെക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നിയാതിട്ട് നിയാരുടെ എൻ്റെ കട്ടുണ്ടോയ സ്പെക്സ് ആണ്. അതുകൊണ്ട് അത് വേണ്ട ആൾക്കാർ ഈ പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓൾറെഡി നിങ്ങൾക്കൊരു ഇത് ഞാൻ തന്നിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ഞാൻ പൈസ തരാം. ഇതൊക്കെ കൊണ്ടുതന്നെയാടാ ഊമ്പിപ്പോയിനി ഇതൊക്കെ. പിന്നെ ഫ്രീ ഫയറിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങൾ ചെയ്യാം. 6000 റുപ്യക്കാണ് ഞാനൊരു പ്രൊമോഷൻ എനിക്ക് പെൻഡിങ്ങിൽ. 6000 റുപ്യക്കാണ്. നിങ്ങൾ വിചാരിക്കും എല്ലാ മാസം 12,000 മേടിക്കും. ചില മാസം 8,000, ചില മാസം 3,000. അങ്ങനെ എല്ലാം ഞാൻ 12,000 ചോദിച്ചാൽ നമുക്കൊന്നും 12,000 ആരും തരൂല. പക്ഷേ ഇനി വർഷത്തിൽ ചിലപ്പോൾ ഒരു പ്രൊമോഷൻ ആയിരിക്കും ജാസി ചെയ്യുക. ജാസിന് വില പറഞ്ഞു മേടിക്കും. ഒരു 5ൻ്റെ പൈസ തരാണ്ട് ഇത്രയും കാലം ഊമ്പിപ്പിച്ചിട്ട് പെരുവയിലാക്കിയിട്ടും പിന്നെ 6 മാസം ഉളുപ്പുണ്ടാ വെച്ച് പോടാൻ നീയാതെ 60,000 70,000 സാലറി തരാമെന്ന് പറഞ്ഞിട്ട് എന്നാട് നിപ്പിച്ചിട്ട് 5ൻ്റെ പൈസ തരാണ്ട് എന്ത് വൃത്തികെട്ട കളിയാടാ നീയാടെ കളിക്കുന്നത്. എനിക്ക് തന്നതിൻ്റെ ഒരു പ്രൂഫ് നീ ഓഡിയൻസിന് മുമ്പ് പറഞ്ഞില്ലല്ലോ, ഒരു പ്രൂഫ് നീ അത് ജാസിക്ക് കൊടുത്ത. നീ ഷമീറിന് മുമ്പിൽ 20,000 എറിഞ്ഞെടുത്തോലു. ഈ കെട്ട് പോലും നിൻ്റെ അടുത്ത് ഇന്നവരെ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം എന്തോ ട്രാൻസാക്ഷൻ 5 അക്കൗണ്ട് ഉണ്ട് പോലും. എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിച്ചാൽ നീയാതെ. നീ എന്നോട് പറഞ്ഞ ഓഡിയൻസിനോട് പറഞ്ഞ സാലറി കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ താടാ നീയാതെ. ഞാൻ കുറച്ച് ഒരു 30,000 വെച്ചിട്ട് 5-6 മാസത്തേക്ക് എത്രയോ ആ പൈസ താ. ഇത് പോട്ടറാ. ഇതിന് ശേഷം മെൽവിൻ കുക്കായി വന്ന് മെൽവിൻ 2-3 മാസം സാലറി കൊടുത്താനാ. 2 മാസത്തിൽ കൂടുതൽ കൊടുത്തോന്നറിയില്ല. ഇപ്പോഴും ഞാൻ മുന്നിന് 7,000 റുപ്യ കടാടാ. എൻ്റെ 2 ഫോൺ മുന്നും എടുത്തുകൊണ്ടുപോയി. എൻ്റെ 2 ഫോൺ മുന്നും എടുത്തുകൊണ്ടുപോയി. എൻ്റെ പെങ്ങളെ ഫോണും എൻ്റെ ഫോണും. ഞാനിപ്പോൾ ഐഫോൺ മേടിച്ചുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല, അത് എടുത്തുകൊണ്ടുപോയി. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അതായത് 2 ഫോൺ ഉണ്ടായിന്, ആ ഫോൺ എടുത്തുകൊണ്ടുപോയി. കാരണം എന്താ പറയുക, ഇതെങ്ങനെ ഈ പൈസ കൊടുക്കാനുണ്ടായിന്ന് അറിയാം. 2,000 റുപ്യ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ്. ബാക്കി 5,000 റുപ്യ മെൽവിന് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാങ് ഫണ്ട് എനിക്ക് തന്ന ഫണ്ടാടാ. എനിക്ക് പ്രൂഫ് എന്തോ എനിക്ക് കാണിക്കാൻ പറ്റില്ല, സോറി, എൻ്റെ അടുത്ത സാധനമല്ലേ, ഞാൻ പറയുന്നത് വിശ്വസിക്കാനേ പറ്റും. 5,000 റുപ്യ ഗ്യാങ് ഫണ്ട് നിന്ന് എടുത്താൽ അവസാനം മുനു പറഞ്ഞു ഓൻ്റെ പേഴ്സണലി വെക്കണം, പൈസ ഇതാക്കണം. അവസാനം മുനുവിന് ഞാൻ കടക്കാരനായി. ഇങ്ങനെ കുറേ ആൾക്കാർ കടക്കാരൻ. പിന്നെ പറഞ്ഞു കുറേ ജാസി സ്കാമറാണ്, പണ്ടേ കുറേ ആൾക്കാർ സ്കാം ചെയ്തതിന്. ജാസി പണ്ട് ബിസിനസ് ചെയ്ത് 5-6 ലക്ഷം എനിക്ക് അടിച്ചണ്ണാക്കി കിട്ടിയതാണ്. അതൊന്നും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ജാസി അത് പറയാത്തത്. പിന്നെ ഇത്രയും കാലം ഞാൻ ഇങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായി കഴിഞ്ഞാലും ഇന്നില്ലെങ്കിൽ നാളെ നീയാതെ നിനക്കുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടും. ഇതെന്തുകൊണ്ടറിയോ, ഞാൻ ഈ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നെ കാണുന്ന സാധാരണക്കാരെ പോയ ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ട്. എവിടുന്നെങ്കിലും കിട്ടും. നമ്മുടെ അടുത്ത് ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് അത് അത്ര സ്ട്രോങ് കാര്യങ്ങളാണ്. എവിടുന്നെങ്കിലും അള്ളയായിട്ട് കൊണ്ടെത്തും നീയാതെ. പിന്നെ രമേശ് ചെന്നിത്തല സാറേ, നിങ്ങൾ വരണം, ബ്ലഡ് എടുക്കണം, ടെസ്റ്റ് ചെയ്യണം. അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ബാക്കി എന്താ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ മൂവീൻ്റെ സീൻ ഞാൻ പറഞ്ഞു. പിന്നെ വേറെ ഇപ്പം എന്താണ്, കഞ്ചാവിൻ്റെ സീനി പറഞ്ഞു. കഞ്ചാവ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിയും. വേറെന്താ, എന്നെ പിടിച്ചടിച്ചതിൻ്റെതും അതിൻ്റെയൊക്കെ കിട്ടിയില്ലേ. റാംബോ കിടക്കിടക്കേ പിടിച്ചടിക്കലുണ്ട്. മുന്നു നേരത്തെ പറയുന്ന വോയിസ് നിങ്ങൾ കേട്ടിട്ടില്ലേ. ഒരിക്കൽ എന്താക്കി, നിയാദിനോട് മുന്നു തെറ്റിയിട്ട് അവസാനം ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള റീസൺ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ റാംബോ എന്നെ പിടിച്ചടിച്ച്. എവിടുന്നാണെന്നറിയാം, കണ്ണൂർ ഹനാൻഷിയും നിയാദും എല്ലാവരും വന്ന കോൺസേർട്ട് ഉണ്ട്. അതിൽ ബിലാനെ അങ്ങനെ എന്താ ഒരു സ്ഥലത്ത് നമ്മൾ നിന്നത്. അപ്പോൾ ഞാൻ എന്താക്കി, ഷമീർ പുറത്തു വന്ന സമയത്ത് ഷമീറിനൊപ്പം ഒന്ന് ചായ കുടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ എന്നോട് ചോദിച്ചു, റാംബോ എവിടെ വന്നു? ഞാൻ പറഞ്ഞു, ഒന്ന് ഷമീറിനൊപ്പം ഒന്ന് ചായ കുടിക്കാൻ പോട്ടെ. അപ്പോൾ ഇങ്ങോട്ട് വാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാടാ. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ന് റൂമിലേക്ക് വിളിച്ചു, ഇങ്ങോട്ട് വാ ജാസി പറയുന്ന കേൾക്കുന്നവർ. വന്നിട്ട് അവിടെ കുറേ ആൾക്കാർ കൂടിക്കുന്നുണ്ട്. അവരെടുന്ന് ഒരൊറ്റ ചവിട്ടോട്ടി. അത് മുനു കണ്ട്. മുനു പറഞ്ഞ് അത്രയും കാലം ഒന്നും പറയില്ല, ആ വോയിസിലുണ്ട്. പല പ്രാവശ്യം ഇതേപോലെ അടിക്കുന്നൊക്കെ നമ്മൾ കണ്ടല്ല, ഇനി മിണ്ടാണ്ടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുനു പറഞ്ഞ് എന്തിനെങ്ങനെ അടിക്കേണ്ട കാര്യം ഇത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. മുനുവിനോട് റാംബോ ചൂടായി. മുനു നിയാദിനോട് പറഞ്ഞ് നിയാദിന് ഇഷ്ടപ്പെട്ടില്ല. നിയാദിനോട് പോടാ കൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ മുനു അവിടെ നിന്ന് ഇറങ്ങിയതാ. ഇപ്പം മുനു ഓൻ്റെ ഒപ്പം നിൽക്കും. മുനുവിന് ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. മുനു നീ നല്ല മനുഷ്യനാണ്. അവിടെ ആകെ കുറച്ചെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നീ മാത്രമാണ്. നിന്നെ കുറ്റം പറയുന്നില്ല. പക്ഷെ മുനുവിൻ്റെ ആ വോയിസിലുണ്ട് എന്തോ ഭാഗ്യം രക്ഷപ്പെട്ടു പോയതാ. ഈഗിൾ എന്ന് പറഞ്ഞ് കുണ്ടൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരാളെ കുണ്ടൻ അടിച്ചിട്ടില്ല. ഇതൊക്കെ നിയാദ് ഉണ്ടാക്കി തന്ന ബാഡ് ഇമേജാണ്. കാരണം നിയാദ് പറഞ്ഞ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്താൽ മാത്രമേ ഓൻ അങ്ങനെ ആയത്. ഓൻ മുടി മുറിക്കുന്നതിന് മുമ്പ് തൊപ്പിയായ സമയത്ത് എന്നോട് തൊപ്പിയോ നിയാദോ ഡേഞ്ചർ എന്ന് വെച്ചാൽ ഞാൻ പറയും നിയാദാ ഡേഞ്ചർ.
കാരണം വെച്ചാൽ അതിന് മുമ്പ് എനിക്ക് നെഗറ്റീവ് ഇമേജിനെ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ഉണ്ടാക്കുകയും ചെയ്ത് അതിൻ്റെ ശേഷം നന്മമരായി നന്മയോളിയായിട്ട് നമ്മളെ കൊണ്ടൊക്കെ ഉള്ള എല്ലാ പുറത്തിറങ്ങളും ഷഡിട്ടാടിയിട്ടും എല്ലാം ചെയ്ത് ആ സ്പിൻ വീല് ഞാനല്ല ബെയറിങ് ശരിയാക്കി ഞാതെ അതിൻ്റെ ബേക്കിലില്ല ഒരു വെയിറ്റ് വെച്ചാൽ മതി. ഒരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചില സമയത്ത് വെക്കലുണ്ട്. എന്തെന്നറിയാം, അതിൻ്റെ ബേക്കിൽ നമ്മളെ സെല്ലോ ടൈപ്പ് അങ്ങനത്തെ എന്തൊരു സാധനം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഫ്ലസ്കിക്കൊണ്ട് ഒന്നും ആരും കാണാണ്ട് നൈസായിട്ട് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്താവും അറിയാം, അതിങ്ങനെ കറങ്ങുമ്പോൾ അതായത് എവിടെയാണ് വെയിറ്റ് ആ വെയിറ്റിൻ്റെ ഭാഗത്തേക്ക് വരും. ഇവൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വെച്ചാൽ നീ അത് ഷഡിട്ട് കൊള്ളുന്ന എന്നെ ആക്കണം, അതെന്നെ ആക്കണം, അതാണ് ഇന്നത്തെ കണ്ടന്റ്, ഇന്ന് വേറെ ഒന്നും കണ്ടന്റില്ല ജാസി, അപ്പോൾ അതുകൊണ്ട് നീ അവിടെ വരുന്ന രീതിയിൽ തന്നെ ആക്കണം. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, ഞാൻ ആശാരിയാടാ, ഞാൻ ആ ഫുഡ് ഉണ്ടാക്കുന്നവനാ, അലക്കാരനാണ്, ആശാരിയാണ്. എടാ പിന്നെ പറഞ്ഞ് ഞാൻ ബാസ്ക്കറ്റ് കൊട്ടയിൽ എടുത്തിട്ടാണ് ഇത് കൊണ്ടുപോലും, അതിനെങ്ങനെയാണ് ഷഡ്ഡി അലക്കുന്നത് മാത്രം എന്ന് പറയാൻ. നീ അത് നേരത്തെ ഇവൻ കാണിച്ചെന്നൊന്നും അറിയില്ല, ഇവൻ കാണിച്ചൊന്നും അറിയില്ല. ഇതാണോ അത്? ഇതൊരിക്കലും അവൻ്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞാണ്. അവന്റെ അണ്ടർവെയർ ഉണ്ട്, അതൊക്കെ അലക്കാൻ പറഞ്ഞു. അമ്മ നീ കേട്ടിട്ടില്ലേ? ഓട് പറഞ്ഞ് നീ കേട്ടിട്ടില്ലേ? ഞാൻ കാണിച്ചാലോ ഇവിടെ വന്നിട്ട് ഇതാണ് ഒക്കെ അവസ്ഥ. ഇതാ കാണുന്നുണ്ടാവില്ല അവിടെ വാഷിംഗ് മെഷീനിൽ അണ്ടർവെയർ. ഇനിയിപ്പോൾ ഇതല്ല എല്ലാം കൂടി എനിക്ക് ഈ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു ഇത് മാത്രം ഉള്ളതുകൊണ്ടാണ്. രാവിലെ തന്നെ വന്നത് ഉറങ്ങി രാവിലെ തന്നെ ഓനും ഓന്റെ ഗേൾഫ്രണ്ടും അടി ഉണ്ടാക്കിയിട്ട് അടിച്ച് പൊളിച്ച് പോയിട്ട് എന്നോട് പറയാം, ഡാ ജാസി, ഞാൻ ചോദിച്ചെന്ത് ഇവിടെ ഒന്ന് മൊത്തം വൃത്തിയാക്കട്ടെ, ഞാൻ ഇപ്പൊ പുറത്തു പോയി വരുമ്പോ വൃത്തിയാക്കുന്നു. ഇവന്റെ ഗേൾഫ്രണ്ട് കൂടെ കിടന്നിട്ട് അടി ഉണ്ടാക്കിയതാ. മറ്റേ ഇവിടുത്തെ സാധനം മൊത്തം പൊട്ടിച്ചു വെച്ചു എല്ലാം. എന്റെ റൂമ് അടിച്ച് പൊളിച്ച് നാശാക്കി ഇത് എന്താ പറയാ മൊത്തം വൃത്തിയാക്കി വെക്കുന്നു. പിന്നെ ഇതേതാ ബാസ്ക്കറ്റ് കൊട്ടയിലാണ് പോലും നീ ഷഡ്ഡി കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്നടാ. എടാ പുണ്ടച്ചി മോനെ, നിന്റെ ഷഡ്ഡിക്ക് എത്ര പ്രാവശ്യം കൈ കൊണ്ട് എടുത്തിട്ടുണ്ടാ, അതിന്റെ ഒരു ഉളുപ്പുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പറയാൻ നിനക്ക് എന്താടാ മടി? ഇന്നേ വരെ ഞാൻ നിന്റെ മുഖത്തോക്കി പറഞ്ഞു, നീ എന്താ പറഞ്ഞ എന്റെ കണ്ണിൽ നോക്കാൻ ധൈര്യപ്പെടില്ല. നിന്റെ കണ്ണിൽ തന്നെടാ നോക്കുന്നത്. ഇത് എന്ന് നീ കാണുന്നുണ്ടോ അന്ന് ഞാൻ നിന്റെ കണ്ണിൽ നോക്കുന്നത്. എന്താടാ നീ എന്താ മറ്റേതാന്ന് വിചാരിച്ചടാ? കാണട്ടെ എല്ലാരും. ഇതാ മമ്മു ഞാനും, ഞമ്മക്കാണ് ഇതിന്റെ ഡ്യൂട്ടി ഉണ്ടാവുക. മമ്മു ഞാനും മോനെ എന്തേ എടാ ഞാൻ പറഞ്ഞില്ലടാ, ഇനി നാളെ ഇവൻ എന്തൊക്കെ കൊണ്ടാ വരികയെന്ന് എനിക്കറിയില്ല. പക്ഷെ നീയാതെ ഇന്നില്ലെങ്കിൽ നാളെ നീ എന്താ പറഞ്ഞത്, കർമ്മ വൺ ഡേ. എടാ ഫുണ്ടേ കർമ്മ എന്നുള്ള സാധനം ഈ ലോകത്തുണ്ടെങ്കിൽ എടാ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരടാ ഞാൻ. അതുകൊണ്ടാണ് ഈ സാധനം അടിക്കാണ്ടും എനിക്കെന്താ, നീ എന്താ മണ്ടനാന്ന് വിചാരിച്ചാ ഈ കഞ്ചാവ് അടിക്കാണ്ടും കള്ളു കുടിക്കാണ്ടും ഈ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടും ഞാൻ എന്ത് എടാ ഇതൊക്കെ നമുക്ക് വേണ്ട, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒന്നും ലഹരികളിൽ എന്നിട്ട് അങ്ങനത്തെ എല്ലാ പൂറത്തരും നീ ചെയ്ത് നീ മറ്റെന്തോ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനത്തിൽ കെമിക്കൽ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കലും നീ കഞ്ചാവ് അടിക്കലും. ഇൻഫ്ലുവൻസർ, അതായത് ഇപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോട്ട് ഒരു ഇൻഫ്ലുവൻസർ ഉൾപ്പെടെ, അയാളെ പേര് ഞാൻ പറയുന്നില്ല, ആ ഇൻഫ്ലുവൻസർ ഉൾപ്പെടെ ഒരു ഇനാഗുറേഷന് പോയ സമയത്ത് ഇവനും ഇൻഫ്ലുവൻസറും പിന്നെ ഇതും ഞാൻ പറയുന്നില്ല, ഇവർ മൂന്നാളും കൂടി ഈ സാധനം അടിക്കാൻ പോയതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൂഫ് ഡേറ്റോ ഡേറ്റ് എന്താ പറയുക, ഇതൊന്നും ഐഫോണുള്ള സമയത്ത്, ഐഫോണൊക്കെ നമ്മൾ ഈ അടുത്ത് ആണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് ഇതിപ്പോൾ എല്ലാം ടെലിഗ്രാമിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ വെളുപ്പിക്കുകയോ എന്താണെന്നോ ഒന്നും അറിയില്ല. പിന്നെ ജാസി ഒരു കുണ്ടനല്ല, ഒരു കള്ളുകൂടിയനല്ല, കഞ്ചാവടിയനല്ല, ഒന്നുമല്ല. എന്തെങ്കിലും പ്രൂഫ് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കുന്ന എല്ലാവർക്കും, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ, കഞ്ചാവടിയനല്ല, കള്ളുകൂടിയനല്ല, സിഗരറ്റ് വലിക്കലില്ല, പിന്നെ അതുപോലെ തന്നെ കുണ്ടനടിക്കലില്ല, പിന്നെ വേറെന്താ അലിഗേഷൻ, പിന്നെ വേറെന്താ പിന്നെ പ്രൊമോഷൻ ഞാൻ പറഞ്ഞു 2-3 പ്രൊമോഷൻ പെൻഡിങ്ങിലുണ്ട്. പിന്നൊരു കാര്യം പറയാണ്ട്, ഇതൊന്നുമല്ല, ഇത് തെളിയിക്കുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ 2-3 പ്രൊമോഷൻ പെൻഡിങ്ങിലുണ്ട്. ഞാൻ പറഞ്ഞ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞല്ലോ. ഈ ഐഫോൺ എടുത്തോ, ഇത് കഷ്ടപ്പെട്ട് ആകെ ഐഫോൺ ഇപ്പോൾ കൈമലുള്ളൂ. എൻ്റെ അടുത്തുള്ള മാക് ബുക്കും ക്യാമറയും ബിറ്റ് തുലച്ചിട്ടും സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് എടുത്ത് ഐഫോൺ എടുത്തോ. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ഡിക്ലറേഷൻ. പിന്നെ റാംബോൻ്റെ അച്ചാറ്, റാംബോക്ക് ബീഫ് അച്ചാറ് കൊടുത്ത ബ്രാൻഡ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ ദയവ് ചെയ്തിട്ട് അവർ ആ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തരണം.
3-4 മാസം നിനക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ബീഫ് അച്ചാർ കൊടുത്തിട്ട് ഒരു പ്രൊമോഷൻ ടീം ബീഫ് അച്ചാർ കൊടുത്തിട്ട് വീഡിയോ ഇട്ടില്ലടാ. ഇവനക്ക് എത്ര തെറിവിളിയും കാര്യങ്ങളും അവർ വിളിച്ച് ചൂടായി. നിയാദ് വരെ അതിൻ്റെ ഇടയിൽ ഇടപെട്ട് അതിൻ്റെ ഇടയിൽ. അതായത് നിയാദ് പറഞ്ഞു ഞാൻ ചെയ്തോളൂ, ലൈവ് ചെയ്തോളൂ എന്ന്. ലൈവിലും ചെയ്തില്ല. എത്ര ആൾക്കാരെ പറ്റിച്ചടാ നിയാദ് നീ. റാംബോ ഈ അടുത്തൊരു മെസ്സേജ് എനിക്ക് സത്യം പറഞ്ഞത് എല്ലാം കൂടി എടുത്ത് കാണിക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അടുത്തതിൽ വേണം ഇത് കാണിച്ചതാ. റാംബോ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാത്ത ഒരു ഫ്രീ ഫയർ അക്കൗണ്ടിൻ്റെ ഇതിൻ്റെ അടുത്തുണ്ട്. ഞാൻ 2-3 ഫ്രീ ഫയർ അക്കൗണ്ടിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഈ സ്പെക്സിൻ്റെ ഇങ്ങനത്തെയൊക്കെ ചെയ്ത് കൊടുക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ മക്കളെ എല്ലാവർക്കും ജാസ്തി ചെയ്തു തരും. പിന്നെ ഇൻ കേസ് നിങ്ങൾക്കൊരു 3 ആണെങ്കിൽ 3 ജാസ്തി ഇട്ട് തരും. ഇനി പൈസ വേണമെങ്കിൽ പൈസ തരും. 5ൻ്റെ പൈസ അവിടുന്ന് കിട്ടാത്ത നിങ്ങളോട് പറയാൻ പറ്റൂലല്ലോ. നീ അതെന്നെ ഊമ്പിച്ചിട്ട് മൂഞ്ചിട്ടോ ഞാനുള്ളത് ഇങ്ങനെ പൈസ ഇല്ലാന്ന് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഊമ്പിപ്പോയത്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അടിപൊളിയാക്കാൻ നോക്കും. പിന്നെ ഇതുകൊണ്ട് ഇവിടെ നിർത്തുന്നൊന്നും നീ വിചാരിക്കണ്ട കേട്ടാ. നേരത്തെ ഇവൻ പറഞ്ഞ പോലെ തന്നെ തെറ്റ് ശരിയും തമ്മിലുള്ള യുദ്ധമല്ല ഇത് യുദ്ധം ഏതാണെന്നറിയാ? എന്തേനും വലിയ തെറ്റും ചെറിയ തെറ്റും തമ്മിലുള്ള പരിപാടിയാണ്. അതുകൊണ്ട് കഞ്ചാവാണ് ഡ്രഗാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരുത്ത പരിപാടി എടുത്ത് വരില്ല. നീ ഊമ്പും വൺ ഡേ എന്നുള്ള ഫുണ്ടേ നീ ഒരു ദിവസം എന്തായാലും ഊമ്പും. ഇതും കൂടി പറഞ്ഞതല്ലേ, ഇവൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലേ. ഇവൻ്റെ ഫോർട്ടൂണർ എനിക്ക് ഒന്ന് ഒരു 6 ലക്ഷം അങ്ങനെ എന്തോ ഉള്ളൂ. കറക്റ്റ് എനിക്കറിയില്ല. നമ്മൾ എത്രത്തോളം ഞാൻ കഞ്ചാവ് അടിക്കാത്ത സിഗരറ്റ് അടിക്കാത്ത തന്നെ കഞ്ചാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നത്. ആ BMW എനിക്ക് ഒന്ന് എത്രയാ ഒരു 20 ലക്ഷമോ അങ്ങനെ എന്തോ ഉള്ളു. നമ്മൾ പുറമെ 1.5 കോടി എന്നൊക്കെയാണ് പറയുന്നേക്കുന്നത്. അത്ര എന്തോ ഉള്ളൂ. പിന്നെ ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ചിലവാണല്ലോ അവിടെ. 6 മാസം അടുത്ത് ഫുഡ് ഉണ്ടാക്കിയ ഞാനടാ. മിക്കവാറും പരിപ്പ് കറിയും സാമ്പാറും പിന്നെ എന്താ പറയുക മീൻ പൊരിച്ചതും ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ എത്ര റുപ്യ ആവുമെന്ന് അറിയാം എനിക്ക്. സുരൈകാരി 1 കിലോക്ക് 43 റുപ്യ. ഇപ്പം 50 റുപ്യ എന്തോ ആയിട്ടുണ്ടോ, 50 റുപ്യ. അതായത് 8-10 വെക്കാൻ അത് മതി. പിന്നെ പരിപ്പും സാമ്പാറാണ് വെക്കുന്നെങ്കിൽ ഒരു 100 റുപ്യ ആവും. പിന്നെ അതുപോലെ തന്നെ ആ ദിവസം എന്തെങ്കിലും ബുൾസയ്യ അങ്ങനെ എന്തെങ്കിലും ഒരു 5-6 മുട്ട മേടിക്കും. എന്നിട്ട് അതിനെന്തെങ്കിലും കൂടി കുറച്ച് ഏറ്റവും ചുരുക്കി ഒരു 300 റുപ്യ. 300 റുപ്യ അവിടെ ഒരു 10 ആൾ കഴിക്കുന്ന ഫുഡിന് വരുത്തുള്ളൂ. പിന്നെ 2 മെസ്സ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് അറിയാം എനിക്ക്. അവിടെ 2 എപ്പോൾ ഒരേപോലെ ഓനക്ക് എന്തായി ഉണ്ടായിക്കഴിഞ്ഞാൽ മീൻ പൊരിച്ചതും ചിക്കനൊക്കെ കൂടുതൽ വേണം. അത് കിട്ടിയില്ലെങ്കിൽ അപ്പം വിളിക്കും, ജാസി എന്താ എന്നോട് മാറ്റി വെക്കാൻ പറഞ്ഞതല്ല അതല്ല ഇതെല്ലാം പറയും. പിന്നെ എപ്പോഴും ലൈവ് കഴിഞ്ഞാൽ നമുക്കും സത്യം പറഞ്ഞാൽ വിശക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ സ്വിഗ്ഗിയിൽ നിന്നും സൊമാറ്റോയിൽ നിന്നെല്ലാം അതായത് ഫ്രൈഡും മറ്റേതും മറിച്ചതും എല്ലാം ഇവർക്ക് മാത്രം. ഇവൻ അവിടെ വന്നിട്ട് ഇവൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ തിന്നും. എന്നിട്ട് അവിടെ വിഷമം അവിടെ ചില സമയത്ത് എന്നിട്ട് പുറത്ത് പോകുന്ന ആ ഡൈനിങ് ഹാളിൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ താഴെ വരുന്ന സമയത്തുണ്ടാവും അവിടെ ഒരു അതും ഇന്നവരെ ഒരു വേസ്റ്റ് ഓട്ടെ പോയി ഇട്ടിട്ടില്ല. ഓൻ എന്താക്കും ഓൻ്റെ എല്ലും കാര്യങ്ങളൊക്കെ അവിടെ വെക്കും. എന്നിട്ട് അറിയും ആയിക്കൂടി പോന്നാണ്ടാ പറയും ആ ജാസ് ചെയ്തെടുത്ത് അവിടെ കൊണ്ടുപോയിട്ട്. എടാ നിന്റെ പ്ലേറ്റിൻ്റെ എച്ചിൽ നീ ഇന്നവരെ കേൾക്കിനടാ ഡാഷ് മോനെ. അതൊക്കെ ഞാനല്ലേ കേൾക്കല്. അത് പോട്ടെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് എന്തെങ്കിലും കുറേ ഫെയിമാക്കി. എടാ ഇവനെ ഫെയിമാക്കി തന്നില്ല, അതൊന്നും നമ്മളില്ലാന്നോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവൻ ഫെയിമാക്കി തന്നില്ലടാ, അതിന് ഉപകാരമുണ്ട്. പക്ഷേ ഫെയിമാക്കി തന്ന് 24 മണിക്കൂർ ഫെയിമാക്കി തന്നല്ലോ. അതുകൊണ്ട് നിന്നെ പേരിൽ ഈ കുതിര കയറാനും നിനക്ക് പൈസ തരാണ്ട് കണ്ടിട്ട് നിന്നെ ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവിടെ നിന്നവരെ കണ്ണിൽ നോക്കിയിട്ട് പോലും സംസാരിക്കാത്ത ഞാനാടാ. ഇത് ഇന്ന് എനിക്ക് നിന്നോട് പറഞ്ഞിട്ടില്ല, നാളെ പറയാൻ പറ്റൂലടാ ഫുണ്ടേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് കുറേ ബന്ധങ്ങളും കാര്യങ്ങളും കുറേ ആൾക്കാർ അടിക്കാനൊക്കെ വിടുന്നു. എടാ ഇനി കൊന്നാലും പ്രശ്നമില്ലടാ, ചത്തോട്ടെ. ചത്തോട്ടെ, എനിക്ക് വലിയ സീനൊന്നുമില്ല, ചത്തോട്ടെ. പക്ഷേ എന്തെങ്കിലും തെളിവ് എനിക്കെതിരെ നാളെ വരും. നീ ഇത്ര പറയാനുള്ള കാര്യങ്ങൾ. ബാക്കി എന്താ വെച്ചാൽ നിങ്ങൾ നോക്കി ചെയ്യ്. ഇനി ഞാൻ പറഞ്ഞല്ലോ എനിക്കെതിരെയുള്ള കഞ്ചാവ് അടിച്ച് ഞാൻ വേറെന്താ പ്രൊഡ്യൂസർ നല്ല മനുഷ്യനാടാ. നല്ല മനുഷ്യനാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ 50,000 രൂപ സത്യം പറഞ്ഞാൽ നിങ്ങളൊരിക്കും എന്തിനാ ജാസ്തി 50,000 മേടിച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ ആകെ നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് കിട്ടിയ സൈജു കുറുപ്പ് ചേട്ടൻ്റെ ഒരു പ്രൊമോഷൻ 30,000 രൂപ. അത് ചിലപ്പോൾ നിങ്ങൾ പറയും അതിന് 30,000 കിട്ടിയെന്ന് അറിഞ്ഞല്ലോ. നമ്മൾ എല്ലാത്തിനും കിട്ടി. ഈ ജീവിതത്തിൽ ആദ്യം ഏറ്റവും വലിയൊരു പൈസ കിട്ടി അതിനാ 30,000 രൂപ. അതെപ്പോൾ കിട്ടിയെന്നറിയാം ഈ ഗ്യാങ് ഹൗസ് എന്ന് ഇറങ്ങിയതിൻ്റെ ശേഷമാണ് ഈ പ്രൊമോഷൻ നമ്മൾ ചെയ്തത്. അത് അന്ന് നീ അതിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കുകയാണ് ഈ പ്രൊമോഷൻ്റെ പൈസ നമുക്ക് കിട്ടിയതെങ്കിൽ 30,000 പോയിട്ട് ഒരു 5,000 രൂപ പോലും ഈ കീശയിൽ പോകില്ല. എടാ ഫുണ്ടേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതൊന്നും ഇങ്ങനെ പിടിക്കും മുത്തേ, ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തടാ. കേടാ നിനക്ക് ടോട്ടലി എത്ര റുപ്യ ആ ഗൂഗിൾ പേയിൽ ഉണ്ടാവും? ഏകദേശം പറഞ്ഞു നിനക്ക് എത്ര റുപ്യ ആ ഗൂഗിൾ പേ മൊത്തം വന്നു? അങ്ങനെ കാണിച്ചത് മാത്രം കൂട്ടി അങ്ങനെ പറഞ്ഞു എത്ര വന്നു? 84. ഒരു 90 ഇടാം നമുക്ക്. ഒരു 90,000 റുപ്യ ഇല്ലെങ്കിൽ ഒരു 1,00,000 റുപ്യ മൊത്തം നീവനക്ക് ക്യാഷ് എറിഞ്ഞു കൊടുത്തിന് ഒരു എന്തടാ മമ്മു കുറെ ക്യാഷ് നിന്റെ മുഖത്ത് എറിഞ്ഞെന്നില്ലടാ, അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണമെന്നുണ്ടല്ലേ. 1,00,000 ഹരിക്കണം. 1,00,000 ഹരിക്കണം. നീ എത്ര ദിവസം അവിടെ നിന്ന്? അല്ല എത്ര വർഷം? 2.5 കൊല്ലം. 2.5 കൊല്ലം. ഒരു 200 2.5 കൊല്ലം എന്ന് പറയുമ്പോൾ 2.5 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉണ്ടാവൂടാ? 2.5 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉണ്ടാവും? അല്ല 365 600 ഒരു 700 എത്ര ദിവസം ഉണ്ടാവൂടാ? 2.5 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉണ്ടാവും? ഞാൻ കാൽക്കുലേറ്ററിൽ ഇതിങ്ങനെ ഇതാക്കി വെച്ചിട്ടാണ്. 2.5 കൊല്ലം എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, 2 വർഷം കൂടെ 1/2 കൊല്ലം നീ തൊള്ളയിലിട്ടോ.
2.5 കൊല്ലം 365 ഒരു 600 ഒരു 650 ദിവസം കൂട്ടാം. 1,00,000 ഹരിക്കണം 650 153 റുപ്യ. എടാ ഉളുപ്പുണ്ടാ കോടികളെ സ്വത്ത് 700 ഇതാ. ഓക്കെ, അപ്പൊ ഞാൻ എത്ര ആക്കിയത് 650 അല്ല അടിച്ചേ. ഇനി 90 അടിക്കുകയാണെ പറയണ്ട. 90 അടിക്കുകയാണെ പറയണ്ട. 150 റുപ്യയുടെ മമ്മൂന് ഒരു ദിവസം അവിടെ നിന്ന് കിട്ടി നിന്നിട്ട് ക്യാഷ് എറിഞ്ഞു കൊടുത്തു പോലും. എടാ ഞാൻ നിനക്ക് എത്ര റുപ്യ നിന്നിട്ട് കണക്കുണ്ടാ? 35 ലക്ഷം നിന്റെ മുഖത്ത് ഞാൻ എറിഞ്ഞു തന്നില്ലടാ. 35 ലക്ഷം നിന്റെ മുഖത്ത് ഞാൻ എറിഞ്ഞു തന്നില്ലടാ എന്ന് പറയാൻ എനിക്ക് അറിയാറ്റാ. എടാ പ്രൂഫിന്റെ 1 ഡേ എന്ന് പറയുന്ന ഫുണ്ടേ പ്രൂഫ് ഉണ്ടോടാ? എനിക്കെതിരെ നിനക്ക് ആകെ കൊണ്ടുവരാൻ പറ്റുന്ന പ്രൊമോഷൻസിന്റെ കാര്യങ്ങളാ. എടാ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന് വയറ്റിലുണ്ടായി കൊടുത്ത് എനിക്ക് പറയാൻ പറ്റൂടാ? എടാ ജാസി അതിന് ക്ലീനാടാ, ജാസി ക്ലീനാ കേട്ടാ. എൻ്റെ ഉമ്മ വളർത്തിയതാ. 5ാം ക്ലാസ് മുതൽ ഞാൻ പോകുന്നുണ്ട്. എടാന്നറിയാ, നന്ദി ദാറുസലാം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ എൻ്റെ ഡിഗ്രി അടക്കാടുന്ന കഴിഞ്ഞത്. സോറി, ഒരു കാര്യം കൂടി എന്തായാലും ഡിക്ലെയർ ചെയ്യാം. എനിക്ക് ഡിഗ്രി ഇല്ല. ഈ ഫുണ്ടച്ചിമോ എന്നോട് പറഞ്ഞിട്ടില്ലാത്ത കഥ ഉണ്ടാക്കിയ. എടാ എനിക്ക് ബി എ ഉണ്ട്, ലിറ്ററേച്ചർ ഇംഗ്ലീഷിലുണ്ട്. ഒരു ഡാഷും എനിക്കില്ല. ഇനിയെങ്കിലും ഫ്രീ ആയിട്ട് ജീവിക്കാം എനിക്ക്. ഇവൻ പറഞ്ഞേ ഷാജഹാന്റെ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ പോരെ മുത്തേ. പ്രൂഫും കോപ്പും ഒന്നും നമ്മളെ കൈമല്ല. ഈ കുറച്ചുള്ള കാര്യങ്ങൾ എക്സ്ക്ലൂസീവായി നമ്മൾ എന്തായി കഴിഞ്ഞാലും അത് അത്രയും ഡാർക്കുള്ള സാധനങ്ങൾ അത് നമ്മൾ ഇട്ടോളൂ. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇല്ല. ഇനിയെങ്കിലും എനിക്ക് ദയവ് ചെയ്തിട്ട് ആൾക്കാർ മുമ്പിൽ പറയുമ്പോൾ വൃത്തിക്ക് പറയാലോ, നീ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലേ ഇതൊക്കെ നീയാത് എന്ന് പറയുന്ന പറഞ്ഞിട്ടാടാ. എടാ നിങ്ങളടക്കം ഇവനെ കൺവിൻസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് അറിയാം എൻ്റെ മുത്തേ. എന്നോട് പറഞ്ഞു ജാസി, ഞാൻ എൻ്റെ വീട്ടിൽ 2 കൊല്ലം ഞാൻ ഫസ്റ്റ് ഒരു ബിസിനസ് ചെയ്ത് ഊമ്പി, ഒരു മൈലേജ് എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ് ഡയറക്റ്റ് സെല്ലിങ്ങാ. അത് ഊമ്പി ഒരു 5-6 ലക്ഷം 8 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് കടായി. അതിൻ്റെ ശേഷം 2 കൊല്ലം ഞാൻ എന്താക്കി യൂട്യൂബിൽ. എടാ ഞാൻ പണിയെടുത്തിനടാ, ഞാൻ വെറുതെ കയറി വന്നൊന്നുമല്ല. നിങ്ങൾ എന്നെ മെൻഷൻ ചെയ്ത് അയച്ചിട്ടില്ലേ, അതിനെന്താ? എടാ നിങ്ങൾ തന്നെ അയച്ചതും നിങ്ങൾ തന്നെയാണ് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇത്ര ഓപ്പണായിട്ട് പറയുന്നത്. എനിക്ക് നിയാദ് എന്ന് പറയുന്ന തൊപ്പിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയോ, എന്നെ മെൻഷൻ ചെയ്ത് നിയാദിൻ്റെ അടുത്ത് എത്തിച്ചതും തൊപ്പി എന്ന് പറയുന്ന ആ ഒരു ഐഷോ സ്പീഡിനെ കോപ്പി ചെയ്തിട്ട് VR വെച്ച് വാണം വിട്ടോനെ വൈറലാക്കിയതും നിക്ക് വാണം വിട്ടതും നിക്ക് എല്ലാം ഞാൻ പറഞ്ഞുതരാം. എല്ലാം അതിനുശേഷം നിന്റെ മുടി മുറിച്ച് ഇമോഷൻ വെച്ചിട്ടാ. ഇവന്റെ വേറൊരു കാര്യം ഉണ്ടാ, ഇവൻ ഇടുന്ന ടീഷർട്ട് മുടി മുറിക്കുന്നല്ല. ആ ലൈവ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിലിരുന്ന ടീഷർട്ട് ഉണ്ട്. ഈ ടീഷർട്ടിന് ഓൻ പറയുന്ന പേരെന്താ അറിയോ? ഡിപ്രഷൻ കൺവിൻസിങ് ടീഷർട്ട്. എന്താണെന്നറിയോ, ആ ടീഷർട്ട് അതായത് വിഷമം പറയുന്ന ഏതൊക്കെ ലൈവിൽ ഓൺ ആ ടീഷർട്ട് ഇട്ട് വരും. ആ ടീഷർട്ട് നമ്മൾ പേടിച്ചു പോയി. കാരണം ഞാൻ ഇന്നലെ ഇട്ട ഈ വീഡിയോ അല്ലേ, അതിലടക്കം ആ ടീഷർട്ട് ഇട്ട് വരുമെന്ന് പേടിച്ചു പോയി. ആ ടീഷർട്ട് ഇട്ടിട്ട് ഓൻ ആ ചെയറിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞല്ലേ, അത് കണ്ടാൽ തന്നെ നിങ്ങൾ കൺവിൻസ് ആവും. ഇങ്ങനെ ഒരു മുഖമാക്കിയിട്ട് ഒരു ഇരുത്തുണ്ടോ എൻ്റെ കുറച്ച് നേരം മിണ്ടാണെന്നിട്ടല്ലോ, അതിൽ തന്നെ കൺവിൻസ് ആവും. ഇങ്ങനെ കുറേ സ്ട്രാറ്റജികൾ ഉണ്ടാ. എന്നോട് പറഞ്ഞു ജാസി, നീ എന്താക്കണോ, നീ പിന്നെ ആടെ ഒരു പണിയെടുത്തൊന്നും പറയരുത്. അല്ല നീ 2 കൊല്ലം യൂട്യൂബ് ചെയ്തൊന്നും പറയരുത്. നീ ലിറ്ററേച്ചറാന്ന് പറയണം. നീ അതാ എത്രയും വലിയ സ്റ്റേജിൽ നിൽക്കുന്നവന് നീ ഈ താഴേക്ക് അടങ്ങി വന്നിട്ട് ഈ പണിയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ കൺവിൻസ് ആവും. ഷമീറിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഷമീർ CA അല്ലല്ലോ. എടാ ഇവൻ അക്കൗണ്ടിങ് ആടാ, ഈ ഷമീർ അക്കൗണ്ടിങ് ആടാ, ഇവൻ അക്കൗണ്ടിങ്. എന്നിട്ട് പറഞ്ഞു നീ CA എന്ന് പറയണം. നീ CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇതാവും. എന്നിട്ട് ഇവൻ നീ നാളെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരും. എന്തെന്നറിയോ, ഇതൊക്കെ നിങ്ങളെ കൺവിൻസ് ചെയ്യാനാടാ. ജാസി TV പൊട്ടിച്ചത് എന്തിനാച്ചാ ജാസിനെ കയറ്റിക്കൊണ്ടുവരാനാടാ. അല്ലാണ്ട് ഞാൻ നിങ്ങളെ പറ്റിച്ചതല്ല. സ്പിൻ വീല് കറങ്ങിയിട്ട് ഷഡ്ഡിൽ തന്നെ ഡാൻസ് കളിക്കണമെന്ന് ഷമീറിനെ ഞാൻ ആ ഡാൻസ് കളിപ്പിച്ചത് എന്തിനാണെന്നറിയടാ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷമീറിനെ കയറ്റിക്കൊണ്ടുവരാനാടാ. എടാ ഷമീറിനെ കയറ്റാനല്ല, ഞാൻ അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ എൻ്റെ ഷാജഹാ മുത്തേ, ഈ കേരളത്തിലൊരു ആൺകുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ പേര് പറയണം. എന്താണെന്നറിയോ, റാംബോ എന്ന് പറയുന്ന നിങ്ങൾ കാണുന്ന അടൂരിലൊരു അഡിക് സീൻ ഉണ്ടായ സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ആ റാംബോ എന്ന് പറയുന്ന അതിൻ്റെ CCTV ഫോട്ടോ എൻ്റെ കോമഡി ആവുന്നു. ആ അടൂരിൽ നിന്ന് ഇറങ്ങി ഓടിയ റാംബോ, ഈ റാംബോ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ പേടിത്തൂരിയടാ. ഇവനിപ്പോൾ ഇനി മാസം കാണിക്കേണ്ടിയിട്ട് ലൈവ് ഇട്ടിട്ട് എൻ്റെ വീടിന് മുമ്പിൽ വന്നിട്ട്, കാരണം ഞാൻ എന്നെ അടിക്കാലോ, ഞാൻ MMA-ക്കും ഗുസ്തിക്കെല്ലാം പോകുന്നുണ്ടാ. പുണ്ടച്ച് പോകണം. എൻ്റെ ഒരു കംബാക്കും കൂടി കുറച്ചുണ്ട്, ഞാൻ 6 ബാക്കെല്ലാം. എന്നിട്ട് ഇടിക്കൂട്ട് നമുക്ക് അടി ഉണ്ടാക്കാം. എട്ടാ നിനക്കുള്ളെല്ലാം ഞാൻ തരാണ്ട്. എൻ്റെ കുറേ പണി വിട്ടിട്ട് അടിച്ച് വിട്ടിട്ടുണ്ടല്ലോ, നിനക്കെല്ലാം ഞാൻ തരൂടാ. നീ നാളെ കൂട്ടി വരരുത്. അന്ന് ഞാൻ എൻ്റെ ബോഡി സെറ്റായിട്ട് അതാണല്ലോ ഈക്വല്. കാരണം വെച്ചാൽ നിൻ്റെ എൻ്റെ ബോഡി സെറ്റായിട്ട് സ്റ്റാമിന നല്ല പവറുള്ള സമയത്ത് ഞാൻ ചെറുതിനെ അടിച്ചിരുന്നോണല്ല കാട്ടത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ ആനയും കുതിരനെയും ചീറ്റപ്പൂരിനെയും എല്ലാത്തിനും അടിച്ചിട്ട് അവിടെ രാജാവായിട്ട് വാങ്ങുവാനാ രാജാവ്. ഏട്ടാ അതുകൊണ്ട് ഞാനും എനിക്ക് കുറച്ച് ടൈം എന്നിട്ട് ഞാനും വരും നിന്നോട് മുട്ടാൻ. ഷാജഹാൻ്റെ കോൺട്രവേഴ്സി സമയത്ത് ഷാജഹാൻ വീട്ടിൽ വന്നല്ലോ. അവിടെ നടന്ന സീൻ എന്താണെന്നറിയോ? അതിൻ്റെ പിറ്റേ ദിവസത്തെ സീനും കൂടി ഞാൻ പറയാം. ഞാൻ പിറ്റേ ദിവസം എന്താക്കി, ഞാൻ ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്.
എന്തിനോ എനിക്കറിയില്ല, സൂപ്പർ മാർക്കറ്റിൽ പോയി. നമ്മളെ കാരമൽ ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞ സുരേഖ അരി എന്താ എന്നോട് റാമ്പോ എന്താ പോകുന്നത്, എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞ അവിടെ അരിയും കാര്യങ്ങളൊക്കെ മേടിക്കണം, എത്ര റുപ്യാവും? ഞാൻ പറഞ്ഞ ഒരു 300-350 റുപ്യാവും. പിന്നെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു ക്രീം ബിസ്ക്കറ്റും കൂടി വാങ്ങും. എന്ത് ഇവൻക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, ക്രീം ബിസ്ക്കറ്റ്. പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു ഇതിന്റെ പേരെന്താ, ക്രീം ബന്ന്, അതിന്റെ ഒരു എന്തോ പേര് പറയില്ല, സഫാരിയോ എന്താ, ആ ഒരു ഉള്ളിൽ തേങ്ങ ഇതൊക്കെ ഉള്ള ഉള്ളിൽ തേങ്ങയൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ട്, ഇങ്ങനത്തെ സാധനം അതൊക്കെ വാങ്ങുന്ന പറയും. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ. ക്രീം ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തിട്ട് ഞാൻ അടുക്കളയിൽ മറ്റേ മുരിങ്ങക്കായ മുറിക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇവനുണ്ടാവും സോഫ മേടിച്ചിട്ട് നക്കുന്നത്, ഇങ്ങനെ നക്കുന്നുണ്ടാവുക, ഇങ്ങനെ നക്കും. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസമാണ് ഈ സീനായിട്ട് ഷാജാൻ വീട്ടിൽ വരുന്നത്. ഇങ്ങനെ ക്രീം ഇത് നക്കിയോനില്ലേ, ഞാൻ അപ്പം കാണുമ്പോൾ എന്താ കാണുന്നതെന്ന് അറിയാം. ഷാജാൻ വന്ന് ഞാൻ എടാ ഇവർ വന്ന് താറക്ക മുമ്പിലുണ്ട്, അപ്പുറത്ത് കുറേ നോക്കുമ്പോൾ നീലക്കൂലെന്തോ എടുക്കുന്നുണ്ട്. എടാ വാറ ഇറങ്ങി വാടാന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെ വിളിച്ച്, ഞാൻ അതെന്തോ ബെഡുമ്പോൾ കിടക്കും എന്തോ ചെയ്യും, ഞാൻ അതിനെ വിളിച്ച്. എന്നിട്ട് ഞാൻ ഇവർ പുറത്ത് വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ റാംബോ ഇറങ്ങി വന്ന് എന്താ ഞാൻ പറഞ്ഞു ഇവർ പുറത്തുണ്ടാ ഷമീറ ഒരു സിഗരറ്റ് എടുത്താ, ഷമീർ ഒരു സിഗരറ്റ് എടുത്താ. ഞാൻ വിചാരിച്ച് സീന് നടക്കാൻ പോവാണ് ഇവിടെ, എന്താ ഇനി കേരളം കത്തുന്ന സീൻ നടക്കാൻ പോവാ. ഷാജാൻ വെല്ലുവിളിച്ചിട്ട് ഇവിടെ വരികയാണ്, നമ്മളൊക്കെ മുന്നേലാ ഉള്ളത്. ഇവൻ എന്താ ചെയ്താൽ അറിയാം, സിഗരറ്റ് എടുത്തിട്ട് രണ്ടാം നിലയിൽ പോയിട്ട് മമ്മൂൻ്റെ ഒരു ബാത്റൂം ഉണ്ട്. അതായത് മമ്മൂൻ്റെ ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ ആ റോട്ടും കൂടി, അതായത് നമ്മുടെ വീടിൻ്റെ മുമ്പ് അവിടെ വരുന്ന ആൾക്കാരെ കാണാം. അവിടെ പോയിട്ട് ഞാൻ ബേക്കിലോട് ഞാൻ വെച്ച് മുകളിൽ പോയിട്ട് എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും എടുക്കാൻ പോകുന്നു. നോക്കുമ്പോണ്ട് അവിടെ ഒരു ബക്കറ്റ് തിരിച്ചിട്ട് ഞാൻ വെച്ച് ഇനിയിപ്പോൾ ബക്കറ്റ് എടുത്ത് അടിക്കാൻ പോകണം. ബക്കറ്റ് തിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് സിഗരറ്റ് വെച്ചിട്ട് ഞാൻ വെച്ച് എടാ റാംബോ എന്താ ചെയ്യണ്ടേ, എന്താ ചെയ്യുക? ഞാനത് നോക്കുന്നത് എന്താ ചെയ്യുക? എടാ ഞാൻ പറഞ്ഞു എടാ അടി തോക്കെങ്കിലും ഇല്ല, അതെല്ലാം എടുത്തിട്ട് അത് അങ്ങനെ വെടി ഒന്നും വെക്കാനൊന്നും പറ്റില്ല, അത് വെറുതെ ഇങ്ങനെ തൂക്കിയിട്ട് അടക്കാനേ പറ്റൂ. എടാ എന്തെങ്കിലും ചെയ്, ഇപ്പം ആരും അനങ്ങല്ല, ആരും അനങ്ങല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് പറയാ പിറ്റേ ദിവസം പോയിട്ട് നിയാദ് ഓ ഷാജാന് രാത്രി പറഞ്ഞ വീട് പൂട്ടിട്ടതിൻ്റെ മുമ്പിൽ ആർക്കും വരാനാവും, അതേതാണ് മറ്റേതാണ്. എന്നിട്ട് പിന്നെ നമ്മളിവിടെ ഇല്ലാണ്ടായിപ്പോയി, അങ്ങനെ കയറ്റി ഉണ്ടാക്കിയാനെ ഓനെ വാണം വിട്ടോലെ ആകാശത്തേക്ക് വിടേനും. നമ്മളെന്തോ ജിമ്മിലായിപ്പോയി, ഫ്ലാറ്റിലായിപ്പോയി. എടാ ഞാതിന് ഏത് ഫ്ലാറ്റടാ, ഏത് ഓർഗടാ, ഏത് ഫ്ലാറ്റ്, ഏത് ഓർഗ്? MRZ എന്ന് പറഞ്ഞൊരു ഓർഗില്ല. ഈഗിളും ടീമും കളിച്ച അവരെ പണ്ടത്തെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി MRZ എന്നുള്ളത്, അതിനെ പിടിച്ചിട്ട് MRZ ജാസി നിന്നിട്ട് ഈ ഫുണ്ടൻ്റെ എടാ ഈ പണ്ടാരം പിടിച്ച ഈ സാധനം നമുക്ക് ഇപ്പം കളയണം. അഷ്പാക്കെ MRZ കളഞ്ഞിട്ട് നമുക്ക് നല്ലൊരു പേര്, അത് നിങ്ങൾ ഈ ചാറ്റിൽ തന്നെ സജസ്റ്റ് ചെയ്യ്, ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ഇടാനുള്ള പേരുണ്ടാ നിങ്ങൾ പറയണം, നിങ്ങൾ പറ, ഇല്ലെങ്കിൽ നമ്മളെ ഇൻബോക്സിലും കമന്റ് ബോക്സിലും ചാറ്റിലും എല്ലാം ഒന്ന് പറ. എന്നിട്ട് നല്ലൊരു പേരുവാ നമ്മളെ വാടക ഗുണ്ടകളെ വെച്ചിട്ട് നമ്മളെ തീർക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അല്ലാണ്ട് ജീവനോടെ ഇവിടെ ഉണ്ടെങ്കിൽ ഇനി നാളെ നീ ഷമീറിനെ കള്ളം കുടിച്ച് ഡാൻസ് കളിക്കുന്ന വേണ്ടി സ്റ്റെപ്പ് കൂടി നടന്നു പോകുന്നേ ആ വീഡിയോ എടുത്ത് വിടും. പിന്നെ ഞാൻ സ്കാമറ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവും, നിനക്ക് ഫേക്ക് ചെയ്യാൻ വേണം. നിൻ്റെ അടുത്ത് എത്ര പൈസ ഉണ്ടാ, നീ ഇന്ന് എത്ര പൈസ ഇതിനെ ഇറക്കിയിട്ടുണ്ടാവും നമുക്കറിയാം, എത്ര പൈസ നിന്റെ. എന്നിട്ട് നീ ഒരുത്തനെ നേരത്തെ വിട്ടിട്ട് ചെയ്ത പണി എന്താ? ഇവരെ മൈൻഡ് ആലോചിക്കണം. ഇന്നലെ അത്രയും പറഞ്ഞു നമുക്ക് അത്രത്തോളം നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്ന് എടാ സെറ്റിൽമെന്റിൽ നോക്കി എൻ്റെ അടുത്ത് 5 പൈസ അല്ല, ഇപ്പൊ എന്റെ കൈമുള്ള ഐഫോൺ ഞാൻ തരും, ബാക്കി എന്റെ വീടിന്റെ ആധാരം വെച്ചിട്ട് 2-3 ലക്ഷം റുപ്യ ഞാൻ തരും. സെറ്റിൽമെന്റിന് തയ്യാറായി മറ്റേ എന്തെങ്കിലും ഒരു എവിഡൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ വെച്ചിട്ട് ആദിലും നീയും പണ്ണീന്ന് പറഞ്ഞിട്ട് നമ്മൾ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ. എടാ എന്തിനാടാ, നിനക്ക് എങ്ങനെയൊക്കെടാ ഞാൻ ഈ ഓഡിയൻസിന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്? ഇവനക്കൊരു ഫ്ലാറ്റും ഇല്ല, ഇവനക്കൊരു ഓർഗും ഇല്ല. ഇനി പ്രൊമോഷന് വരുന്ന ആൾക്കാരെ നിങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരിക്കും ഇവന്. ഓർഗിന് ഇത്ര പൈസ കൊടുക്കണം. ഈ ജാസി ഒരിക്കൽ VR വെച്ചിട്ടൊരു പ്രൊമോഷൻ ഉണ്ട് കോഴിക്കോട്, എവിടെയാ നിനക്കറിയില്ല. ഇത് ജസ്റ്റ് നിങ്ങൾ വിശ്വസിച്ചോ, ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്, എവിഡൻസ് ഒന്നും പ്രോപ്പറായിട്ട് എന്നോട് ചോദിക്കരുത്. പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വസിക്കുക. പക്ഷെ നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഇനി ഈ രാത്രി ഇന്ന് ഞാൻ ചോറ് കഴിച്ചില്ലടാ, ഇവിടെ 2 നേരത്തെ ഫുഡ് എൻ്റെ ഭക്ഷണം അടുക്കളയിൽ, ഞാൻ വെറും വയറായിട്ടുള്ളത്. കാരണം എന്താ അറിയാം, ഇത് പറഞ്ഞിട്ട് മതി ജാസിക്കിന് ചോറ് കഴിച്ചിട്ട് കിടന്നുറങ്ങൽ. ഇനി നല്ല രീതിയിൽ കുളിച്ചിട്ട് ഞാൻ ഒന്ന് കിടന്നുറങ്ങും. മനസ്സമാധാനം, അത് മതി. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് നിങ്ങളോട് പറയാം. ഇവൻ്റെ മുഖം മൂടി കീറാന്ന് മാത്രമേ എനിക്കുള്ളൂ. മുഖം മൂടി കീറുന്ന അവൻ്റെ മുഖം പിടിച്ച് കീറൂല. എടാ ഇവൻ എല്ലാ ഇൻഫ്ലുവൻസറിനും ഈകളിലോട് ഇവനക്ക് ഹെയ്റ്റ്. കാസ്ട്രോനെ താത്തി എന്താ, കാസ്ട്രോന്റെ 1 ഡേ എന്ന് പറഞ്ഞിട്ട് ഫുണ്ടാ ഈ ചെയ്ത പരിപാടി എന്താ, 2 ലക്ഷത്തി സംതിങ്. കാസ്ട്രോയുടെ മാസം എന്ന് ഞാൻ പറയൂടാ, കാസ്ട്രോ പണിയെടുത്ത് ഫ്രഷ് വണ്ടി ബെൻസ് ഇറക്കിയിട്ടുണ്ടാ. 1 കോടിന്റെ മുകളിൽ പൈസന്റെ ബെൻസാണ് ഇല്ല BM ആ സാധനം ഇറക്കിയിട്ടുണ്ടാ. നിന്റെ മറ്റേ UP നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ബംഗാളിൽ നിന്നും കൊടുന്ന ഫോർച്യൂണർ, 6 ലക്ഷത്തിന് കൊടുന്ന ഫോർച്യൂണറും 25 ലക്ഷത്തിന് കൊടുന്ന ഇന്ത്യയിൽ 2 പീസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈവീശിട്ട് ആളാകുന്ന സാധനങ്ങൾ 25 BM എടാ മാസ്
കേസ്ട്രോ ആണ്. ഈഗിളിന് 20-25 സ്റ്റിൽ വാച്ചിങ് കിക്കിൽ 18K കണ്ട് പൊട്ടിയിട്ട് നീ എന്തെല്ലാം പറഞ്ഞിടാ. അന്നേറ്റ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് റെക്കോർഡ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നീ എന്താ പറ തൂങ്ങി മരിച്ചോന്നല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. നമ്മൾ ഈ കേൾപ്പിച്ച ഓഡിയോസ് എല്ലാം സത്യമായിട്ട് അത് ഫേക്കാന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ ഈ പറഞ്ഞ പേരുകൾ പറയാന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താന്ന് നമുക്ക് കള്ളും കഞ്ചാവും ഈ ഡ്രഗ്സും ഇവൻ തന്നിട്ട് നമ്മളെ കുറേ പരിപാടി ഇവൻ നമ്മളെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇതും കിട്ടി നമ്മൾ ഇതും അടിച്ചുകൊണ്ട് നമ്മൾ ഇവൻ്റെ കൂടെ അങ്ങ് നിന്ന് ഈ പറഞ്ഞ പോലെ പൈസ ഇതും നോക്കാണ്ട് നമ്മളെ വെച്ച് ഇവന് 10 ലക്ഷം റുപ്യ ഉണ്ടാക്കിയിട്ട് 1,50,000 റുപ്യ എന്തോ പറഞ്ഞാൽ നമുക്ക് ഈ പെണ്ണും ഇതെല്ലാം തരാം. ഫെയിമുള്ളതുകൊണ്ട് പെണ്ണും ഇതെല്ലാം വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതും തന്ന് നമ്മളങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൽ ഇതാകണം തോന്നി, വർക്കിനോട് ഇഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുക്കാൻ തുടങ്ങി. ഞാൻ കിക്കിൽ ഡെയിലി ലൈവ് ചെയ്യുന്ന മുമ്പിൽ 5-6 മണിക്കൂർ ഞാൻ ലൈവ് ചെയ്യല്, മനസ്സിലായോ, GTA ഇതെല്ലാം ആയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ പ്രൂഫ് അവിടെ ഓൻ്റെ ഓഡിയോ അല്ലടാ കേൾപ്പിച്ചത്. അനാൻഷാനെ കുറിച്ചിട്ട് വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ടാവും. ഓൻ്റെ വോയിസാണ് അത്. നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഇട്ട് കേട്ടാൽ മനസ്സിലാവും. ഓൻ ഈ പറഞ്ഞ പോലെ ഓൻ്റെ ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓൻ നല്ല നന്മ നല്ല ഇതെല്ലാം കളിക്കുന്നുണ്ടല്ലോ. ഓൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ അനാൻഷാൻ്റെ വ്ളോഗ് കണ്ടിട്ട് അതിലെ കാണാൻ കൊള്ളാവുന്നതിന് പെൺപിള്ളേരെ നോക്കിയിട്ട് ഈ വാണം വിടലും അവരെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയലും റോട്ടുമലൂട്ട പോകുന്ന പെൺപിള്ളേരെ ഇവൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വരുന്ന പെൺപിള്ളേരെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഓളെ മൊല അങ്ങനെ ഓളെ ഇതിങ്ങനെ ചെറിയ 18 വയസ്സ് പോലും ആകാത്ത പെൺപിള്ളേരെ കുറിച്ചിട്ട് ഇത് പറയുന്ന പ്രൂഫ് ഓഡിയോ അല്ലേ കേട്ടത് പ്രൂഫ്. ഓനക്ക് പോകാൻ മടിയായിരിക്കൂലേ, നമ്മളയക്കും. എടാ ഞാനല്ലോ 2-3 പ്രാവശ്യം മാളുന്നേറ്റ് പോയി ഇതാക്കി. നമുക്കൊന്നും അധികം പോയിട്ട് പറയാൻ പറ്റൂല. എടാ അതുകൊണ്ട് വിശ്വസിക്കാൻ ഞാൻ ഒരു കാര്യം പറ്റേ 10 പേരെങ്കിൽ 10 പേര് ഗൈസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ ഓഡിയോ ഒന്നും കൂടി നിങ്ങൾ കേൾക്കുക. അനാൻ ചാനലിനെ കുറിച്ച് ഇവൻ പറയുന്ന കാര്യം ഞാൻ കേൾപ്പിച്ചു തന്നല്ലോ. അനാൻ ചാനലിനെ കുറിച്ച് ഇവൻ പറയും നമ്മളതിനെല്ലാവരും നമ്മളതിൽ ഇതുണ്ട്, മനസ്സിലായോ. നമ്മൾ വെറുതെ വന്ന് പറയുന്നതല്ല. ഇവ ആളയച്ചതും ഈ പറഞ്ഞ പോലെ നെഗോസിയേഷൻ നമ്മൾ പറഞ്ഞതെന്നല്ല അവൻ പറഞ്ഞത്, നമ്മളല്ല പറഞ്ഞതെന്ന് പറഞ്ഞേ. ഇതിലാരാ പറയുന്നത്? നമ്മളല്ലല്ലോ ഇതിൽ പറയുന്ന ആൾ ഓൻ തന്നെ അല്ലേ, നമ്മളല്ലല്ലോ അത് പറയുന്നത്. ഓനെ ആളെ അയച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ പൈസ അന്ന് ഇവൻ ഇതാക്കാൻ വേണ്ടി സെറ്റിൽമെന്റ് നമ്മൾ നോക്കിയെന്നല്ല പറഞ്ഞത്. അതിനൊരു തെളിവ് ഞാൻ ഒറ്റ കാര്യം പറയാം, ഒരു തെളിവ് ഇവൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസന്റെ കാര്യമോ ഇതിന്റെ കാര്യമോ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു ഇത്ര പൈസ വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത് ഇവൻ തെളിവ് ഇവൻ കാണിക്കട്ടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫസി ഓൻ്റെ കൂടെ നിന്ന ഫസിയാന്ന് ഓള് പറയുന്നുണ്ടോ. അവൻ ഇത് സ്ക്രീൻ കാണുന്നില്ല അല്ലേ. എല്ലാം പറ അവൻ്റെ ഡ്രഗ്സ് A to Z കാര്യം മൊത്തം പറയാന്ന്, മനസ്സിലായി. ഇവന് ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് അടിയും ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് ഇട്ട് തുള്ളലും ഡ്രഗ്സ് ഇട്ട് തുള്ളലും എല്ലാവർക്കും ഡ്രഗ്സ് കൊടുത്ത് ഇതാക്കലും വശത്താക്കലും ഇതെല്ലാം തന്നെയാണ് ഇവന്റെ പരിപാടി. കള്ളു കുടിച്ചിട്ടുണ്ടാ ഇവൻ നമുക്ക് ഇതെല്ലാം തരുവാടാ. ഇവൻ നമുക്ക് ഒരു ജേഡിക്കത്ത് നല്ല പൈസ ഉണ്ട്. അത് ഗൾഫിൽ നിന്ന് കൊണ്ടായിരുന്നു. ഞാൻ ചെയ്യാൻ പറ്റും. നമുക്കിതെല്ലാം ഇവൻ തന്നിട്ട് ഇവന്റെ പരിപാടി 100% പ്രൂഫ് 10% ഗുണം. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചെയ്യൂ. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക. നമുക്ക് ഈ ലോകത്തിന് മൊത്തം തെളിയിക്കണം എന്നൊന്നുമില്ല. ഇവന്റെ അന്തമായിട്ട് നടക്കുന്ന കുറെ ഫാൻസും ആൾക്കാരുണ്ട്. ഇവരോ നമുക്ക് വിശ്വസിപ്പിക്കണ്ട. നമ്മ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് സ്റ്റാർബക്സ് ഭാഗത്ത് ചക്കപ്പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇവന്റെ അടുത്ത് ഫോട്ടോ എടുക്കാനും ഇതെടുക്കാനെല്ലാം വരുന്ന പെമ്പിള്ളേരുണ്ടാവുമല്ലോ, ആ പെമ്പിള്ളേരുടെ അടുത്ത് ഇവന്റെ പരിപാടിയാണിത്, മനസ്സിലായി. ആ പെമ്പിള്ളേരെ കുറിച്ച് പറയുന്ന കാര്യവും ഈ പറഞ്ഞ പോലെ കോഴിക്കോട് പോകുമ്പോൾ അവരെ സെക്സ്വലി നോക്കലും സെക്സ്വലി പറയലും പിന്നെ ഒരു 18 വയസ്സാകാത്ത പെണ്ണിനെ എന്താ പറയുക പീഡിപ്പിക്കലല്ല, പ്രണയം നടിച്ച് ഓളെ ഇതാക്കിയിട്ട് എന്താ പറയുക യൂസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാ കണക്ഷൻ ഇളക്കുന്ന പരിപാടി. അതിൻ്റെ എല്ലാം ഇവൻ ഈ പറഞ്ഞ നമ്പർ അടക്കം ഉണ്ട് ഇതിൽ. നമ്മൾ എന്താ ഈ കളവ് പറയുന്ന പിന്നെ ഇവൻ്റെ ബെറ്റിങ്ങിൻ്റെ കേസ് അതെല്ലാം വേറെ ഉണ്ട്, അതെല്ലാം വേറെ സാധനമുണ്ട്. പിന്നെ VR വെച്ചിട്ട് വാണം വിടൽ, ഇത് പഴയ തൊപ്പി എന്ന് പറയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, പഴയ തൊപ്പിയാലും പുതിയ തൊപ്പിയാലും ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ഇവൻ വന്നതെന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ സാമാന്യം കാണിച്ച് ഇതാണ് ഇവൻ്റെ പരിപാടി, മനസ്സിലായോ. VR നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സാമാനവും പിടിച്ചിട്ട് അനാൻഷാന്റെ വ്ളോഗും കണ്ടിട്ട് ഇത് വിടും, മനസ്സിലായോ. 18 വയസ്സ് തികയാത്ത പെണ്ണിനെ പിടിച്ച് കളിക്കുക, മനസ്സിലായോ. 18 വയസ്സ് തികയാത്ത പെണ്ണിനെ പിടിച്ച് കളിക്കുക. പിന്നെന്താ ഈ ഡ്രഗ്സ് അടിച്ച് നടക്കുക, കഞ്ചാവ് ഡെയിലി അടിക്കുക. ഡെയിലി അല്ല, ആഴ്ചയിൽ ഒരിക്കലും അടിക്കുക. ഇവിടുന്ന് കിട്ടുന്നത് എന്താണെന്നൊക്കെ അറിയില്ല.
ഈ പറഞ്ഞ പോലെ ഇത് അടിക്കുക. ഞമ്മക്ക് എഴുന്നാണ് ഈ സാധനം ആ കിട്ടും. ഇവന്റെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ ഇത് അടിക്കാന്ന് പറഞ്ഞാൽ ഇവൻ എന്താ പൊട്ടനാണോ അല്ല റാംബോ എന്തോ പൊട്ടനാണോ? ഇവരെന്താ ഇത് കാണാണ്ട് ആൾക്കാരെ പേപ്പിച്ചു പോലും. കള്ളു കുടിക്കുമ്പോ നിന്റെ ഒപ്പം ഉണ്ടായില്ലടാ, നീയല്ലടാ ഈ ജേഡിയും വേറെ എന്ത് ഞാൻ കാണാത്ത എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ മേടിച്ചു കൊടുത്തു. അത്ര പൈസ ഉണ്ട് ഓരോ സാധനത്തിനും. എടാ ഞമ്മക്ക് എനിക്കെല്ലാം പ്രൊമോഷൻ എത്ര കിട്ടിയ മെൽവിന് കൊടുക്കണം. മെൽവിന്റെ അത് കഴിഞ്ഞിട്ട് ആക്സിഡന്റ് ആയ സമയത്ത് ഞാൻ എന്താക്കിയെന്നടാ, പിന്നെ ഒരു വീട്ടില് ഭക്ഷണത്തിന് സെറ്റ് ചെയ്ത് ആ വീട്ടിലും ഞാൻ പറയടാ കൊടുക്കാൻ ഇവിടെ പൈസ പകുതി കൊടുക്കണം. കഷ്ടപ്പെട്ട് കൊടുത്താടാ ഇവർക്കല്ലോ. ആ മെഹറിനെ കുറിച്ച് പറയാറുണ്ട്, പക്ഷെ അതൊന്നും ഒന്നുമില്ല. മോളെ മെഹർ എന്ന് മാത്രല്ല ഗ്യാങ് ഹൗസിൽ വന്ന ഒരു മിനിറ്റടാ, ഇതേടാ അത് നോക്കണ്ട എല്ലാത്തിലും. ഇപ്പൊ സത്യം പറഞ്ഞ ഫയലൊക്കെ ഷഫിൾ ആയിട്ടാണ് നേരത്തെ. അതാ പറഞ്ഞ നമ്മൾ പോലെ വരാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ഉണ്ട് നമുക്ക് പണി കിട്ടിയത്. നമ്മൾ ഈ പ്ലാനും പരിപാടി അല്ലാണ്ട് ഉള്ള സത്യങ്ങൾ തുറന്നു പറയാന്നുള്ള ഇതിലാണ് നമ്മൾ വന്നത്. അതാണ് സംഭവം. കണ്ടിട്ടാണ് എല്ലാത്തിനും. എന്നും കുറെ സാധനം ഉണ്ട് കേട്ടാ, എന്നും കുറെ സാധനം ഉണ്ട് കേട്ടാ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, എന്നും കുറെ സാധനം ഉണ്ട്. ഇതെല്ലാം കൊണ്ട് വരാം, നാളെ വരാം. കുറച്ച് സാധനം ഉണ്ട്. ഇതെല്ലാം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ. നിക്ക് അത് കാണിക്കല്ല. അത് മതി. ഇന്നത്തേക്ക് ഇത് മതി. ഇത് നാളെ വരുമല്ലോ. നാളെ വരും. ബാക്കിയുള്ള പെണ്ണിന്റെ അതായത് കേരളം പറക്കുന്ന രാജാവിന്റെ ഒപ്പം നടക്കുന്ന ഡോബർ എന്ന് പറയുന്ന എന്തിനും ജയിലിൽ പോയാൻ വരെ തയ്യാറായി എന്ന് പറയുന്ന ക്രീം ബിസ്ക്കറ്റ് നിന്ന് ഷാജഹാനെ കണ്ടിട്ട് ബക്കറ്റും കമത്തിട്ട് മുകളിൽ കയറിയിട്ട് കിളിവാതിലൂടെ ഒളിഞ്ഞു നോക്കി ആ റാംബോ ഉണ്ടല്ലോ, ഓനും വരുമല്ലോ നാളെ. എന്നെ എന്താ ഭരിക്കല്? ഷമീറിനെ ഒരിക്കൽ ഭരിക്കാൻ നോക്കി. എവിടെന്നറിയാം, ലാംബൂസ് ക്യാമറ ഇല്ലേ, അവിടുത്തെ ഫൂട്ടേജ് ഉണ്ടെങ്കിൽ എങ്ങനെ കിട്ടുമെന്ന് നോക്കണേ. ആ ലാംബൂസ് ക്യാമറ ഏത് കോഴിക്കോട്, നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ. ആ കോഴിക്കോട് ലാംബൂസ് ക്യാമറ, ഞാൻ അതിന് പണ്ട് ക്യാമറ കൊടുത്തു. അവിടെ എന്തോ ഒരു സാധനം എടുക്കാൻ പോയി, മൈക്കോ ഓസ്മോ എന്തോ. അവിടെ പോയപ്പോ ഷമീറിനോട് എന്തോ പറഞ്ഞു ഇരിക്കുക. റാംബോ ഇങ്ങനെ കുറെ എന്തൊക്കെയോ ഇങ്ങനെ ആക്കി. ഷമീറിനോട് ആക്കലേന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അല്ല നിക്ക് കേക്കുമ്പോ കണ്ടോ നമ്മൾ കളവ് പറഞ്ഞെന്നല്ല നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഇത് ഓന്റെ കാർ നമ്മളെടുത്ത വീഡിയോ നിങ്ങൾക്ക് കണ്ടേ, വീഡിയോ നിങ്ങൾക്ക് കണ്ടത്. നിങ്ങളെല്ലാം പറഞ്ഞ വീഡിയോ കാണണമെന്ന്. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ചാളുണ്ടെങ്കിൽ ഈ നാറിന്റെ അടുത്തൊന്നും പെണ്ണിന് അല്ലെങ്കിൽ പെമ്പിള്ളേരെ ഒന്നും കൊണ്ട് പോവല്ലേ, മനസ്സിലാ, പോവല്ലേ. കണ്ട പാവത്തുങ്ങളെ കിട്ടോ കളിക്കാൻ ഇവൻ ചോദിക്കുന്ന കാര്യ ഇതാ. നിങ്ങൾക്കെല്ലാം വീഡിയോ ഉണ്ട്. ഇത് ഓന്റെ കാറല്ല എന്ന് പറയാൻ പറ്റോ? ഇത് കുര്യനല്ല എന്ന് പറയാൻ പറ്റോ? ഇത് കുര്യനല്ല എന്ന് പറയാൻ പറ്റോ? ഓന്റെ കാറിന്ന് ഞാൻ പറയാം, ഓന്റെ കാറിൽ പോകുമ്പോഴുള്ള കാര്യം ഇത്, മനസ്സിലായോ? ഓന്റെ പരിപാടി പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമെന്ന് ഇവൻ ചോദിച്ച കാര്യം നോക്കിയാ. പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടോ? വിശ്വസിക്കൂലടാ, ഇതും നിങ്ങൾ വിശ്വസിക്കൂല, മനസ്സിലായോ? എടാ നമ്മളതിലുള്ള തെളിവുകൾ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യാണ്ട് ഈ പറഞ്ഞ പോലെ ഉള്ളതെല്ലാം ടെലിഗ്രാമിൽ എടുത്ത് ഇട്ടുകൊണ്ട് മാത്രമാണ് അങ്ങനെ. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. കാരണം നമ്മളതിൽ പൈസ ഇല്ല കൈസ്. നമ്മളതിൽ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ അത്ര സ്വാധീനം ഇല്ല, പൈസ ഇല്ല, ഇവൻ്റെ അത്ര ബുദ്ധിയില്ല, അല്ലെങ്കിൽ ഇവൻ്റെ അത്ര ഇതുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുത്തനും ചതിച്ചിട്ടോ ഇതേപോലെ ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ട് നമ്മൾ ഇന്നേ വരെ ജീവിച്ചിട്ടില്ല. ഒരു മിനിറ്റ് അത് പറയാം. ഇവനെ ഡ്രഗ്സ് കൊടുത്തിട്ട് എന്തെല്ലാം ചെയ്യിപ്പിച്ചെന്ന് അറിയാം മമ്മൂന്റെ. ആ കാര്യം കൂടി പറയടാ. പ്രൂഫല്ല നിങ്ങൾ ചോദിച്ചത്, പ്രൂഫ് കിട്ടിയപ്പോ എനിക്ക് ഒരു സ്റ്റൂൾ എടുത്തിട്ട് ഒരിക്കലും മമ്മു സംസാരിക്കുമ്പോല്ലേ ഓന്റെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കുണ്ടനല്ലടാ, സത്യമായിട്ട് ഞാൻ കുണ്ടനല്ല. എന്റെ ഉമ്മ സത്യം ഞാൻ കാര്യം പറയാം. എടാ ഞാൻ ഇന്നേ വരെ കുണ്ടൻ, എടാ ഞാൻ സ്ട്രെയിറ്റ് ആടാ അതുകൊണ്ടല്ലടാ ഒരു ഫോൺ നോക്കിയിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്. കുണ്ടനാണ് ഞങ്ങൾക്ക് മമ്മൂനെ കൊണ്ടുപോയിട്ട് ഇതാക്കിയാ പോരെ. ഈ കുണ്ടൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ കുണ്ടൻ എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അതിനറിയാം കുണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുന്നു. ഇവൻ ഡ്രഗ്സ് കൊടുത്ത് അങ്ങനെ തന്നെ പറഞ്ഞല്ലോ നീ. ഡ്രഗ്സ് കൊടുത്ത് കുട്ടികളാക്കുന്നു പറഞ്ഞിട്ട് നീ അത് അടുത്ത് കാണിച്ച വീഡിയോ ഏതാ? ഇവൻ ഇങ്ങനെ വാണം പെടുന്നത്. എടാ നമ്മളെ ഇവൻ ഫോൺ സൈറ്റ് നോക്കിയിട്ടാ വാണം പെടുന്നത്. നീ അവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയ ആൾക്കാർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് നോക്കിയിട്ടാ വാണം പെടില്ല. ഇല്ലെ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ ഗ്യാങ് ഹൗസ് ഫോട്ടോ എടുക്കാൻ വന്ന് പോയ ആൾക്കാർ പോകുന്ന സമയത്ത് അവിടെ സ്റ്റോർ റൂം ഉണ്ട്, സ്റ്റോർ റൂമിന്റെ അടുത്ത് ജനൽ കൊടുത്തിട്ട് ആടുന്ന നീ വാണം പെടില്ല. ഇവൻ ഫോൺ സൈറ്റ് നോക്കിയിട്ടാണ് വാണം പെടുന്നത്. അത് ആണുങ്ങൾ വിടും, അണ്ടിയൊക്കെ ഉള്ളവർ വിടും. ഓക്കെ, അതിന് സീനൊന്നുമില്ല. ഞാൻ ബാത്റൂമിൽ നിന്ന് ഇവിടെ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്നേ വരെ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ വാണം വിട്ടിട്ടില്ല, കള്ളും കുടിച്ചിട്ടില്ല, സിഗരറ്റും വലിച്ച തെളിയിക്കാൻ പറ്റിയ പാടാ. എന്റെ ഐഫോണും തരാം, വീടിന്റെ ആധാരം വെച്ചിട്ട് 3 ലക്ഷം റുപ്യ തരാം. പോയി ഗൊക്കൊക്കെ ആക്കടാ.
പുണ്ടച്ചി മോനെ. എടാ ഞാനൊരു കാര്യം വിട്ടടാ, നമുക്ക് ഈ പറഞ്ഞ പോലെ പൈസ ഇല്ലാത്തതുകൊണ്ടും ഫെയിം ഇല്ലാത്തതുകൊണ്ടും ഇവൻ നേരത്തെ ഒരാൾ അയച്ചതാണ് ഈ പറഞ്ഞ പോലെ തൻസി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പണ്ടെല്ലാം കാണുന്നവർക്ക് അറിയാം തൻസി ആരാന്ന്. ക്യാമറമാൻ ആയിരുന്നു അവൻ്റെ. തൻസീനെ അയച്ചിട്ട് ഓൻ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഓൻ്റെ ഈ എന്തോ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോലും ഓൻ നമുക്കെതിരെയുള്ള തെളിവുകൾ തപ്പിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായ? നമുക്കെതിരെയുള്ള തെളിവുകൾ ഓൻ തപ്പിക്കൊണ്ടിരിക്കുന്നു ഓൻ്റെ പരിപാടി. മനസ്സിലായ? ഇതൊന്നും നിങ്ങൾ, ഞങ്ങൾക്ക് അറിയില്ല കഴിച്ചു ഇതെന്താ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ നാറി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം പറയാം, ചെറിയ പെമ്പിള്ളേരെയോ ഇവന് 18 വയസ്സിൻ്റെ മുകളിൽ നിന്നൊന്നുമില്ല, 18 വയസ്സിൻ്റെ താഴെയുള്ള പെമ്പിള്ളേരെ കുറിച്ച് വരെ ഇവൻ പറഞ്ഞ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഇവനല്ല, ഇവൻ്റെ റാംബോ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ കഥ. ഏത് വാശി കയറിയിട്ട് ഒരു പെണ്ണ് എന്നോട് സംസാരിച്ചുകൊണ്ട് ഓൻ എന്ത് ചെയ്ത് ആ പെണ്ണിനെ പിടിച്ച് കളിച്ച്, അന്നെ പോടാ പുണ്ടച്ച് മോനെന്ന് പറഞ്ഞിട്ട് ഇവൻ കാറിൽ ഇതാക്കിയിട്ട് ഇവൻ കളിച്ച്. മനസ്സിലായ? നിങ്ങൾക്കിത് മനസ്സിലാത്തോണ്ട് ഇവൻ്റെ പൊയ്മുഖം പുറത്ത് വരണം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടും റെഡിയാക്കിയിട്ടും ആദ്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇതാക്കായിരുന്നു, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു. നമുക്കതറിയില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ ഉള്ള ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ 5000 രൂപേൻ്റെ ക്യാമറയും ഇതെല്ലാം വെച്ചിട്ടാ കഴിച്ച് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേറെ ഇതറിയില്ല. ഈ സത്യം നമ്മളവിടുന്ന് ഈ പറഞ്ഞല്ലോ, ഇവൻ പറഞ്ഞല്ലോ നമ്മളെന്തോ ഇത് ചെയ്തു എന്നുള്ള കാര്യം. ഇവനാന്ന് കഴിച്ച് ഈ പറഞ്ഞ പോലെ ആളെ വിട്ടിട്ട് പൈസ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞത്. നമുക്കത് വേണ്ട. ഇവൻ്റെ സത്യം, ഇവൻ ആരാന്നുള്ള കാര്യം ആൾക്കാരറിയണം. ഈ കാണുന്നൊരു 45,000 ആൾക്കാരുണ്ടല്ലോ, ഈ 45,000 ആൾക്കാർ ഒരു പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിന്റെ എന്തോ ഒരു ഓഡിയോ മീൻസ് വെച്ചിട്ട് എന്തോ ഒരു ഫാബ്രിക്കേറ്റഡ് പ്രൂഫ് ആക്കാൻ വേണ്ടിട്ട് തെളിവാക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ പെണ്ണിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ പെണ്ണിനെ കാണിക്കില്ല കുറച്ചു മുമ്പ്. ഇവൻ പണി വിട്ട എല്ലാ ആൾക്കാരും അയക്കട്ടോ. ഞാനൊരു കാര്യം പറ്റാ, ആ പെണ്ണിന്റെ ഞാൻ അത് ഹൈഡ് ചെയ്തിട്ട് ഇതിലയക്ക് പ്രൊഫൈലാണ് ചിലപ്പോ ഒരു ഓൻ പണിയിട്ട് എത്ര ആളെ ഗർഭം കലക്കിയിട്ടുണ്ടാവും. എത്ര പെമ്പിള്ളേരെ ഗർഭം കലക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച ആ പെണ്ണിന്റെ മെസ്സേജ് ഇപ്പൊ അൺസെൻഡ് ആയി. വെയിറ്റ് ഞാൻ കാണിച്ചു തരാം, അതും കാണിച്ചു തരാം. നമുക്കടാ ഇവന്റെ സത്യം പുറത്തു വരണോടാ, ഇവൻ നാറിയാന്നുള്ള ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാ വീഡിയോ അല്ല നിങ്ങൾ ചോദിച്ചത്, എടാ ഇവനെല്ലാന്നോടാ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ മറ്റേ യൂട്യൂബിലും അത് പൈസ കൊടുത്തിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞ, അതെല്ലാം തന്നെ ഇവന്റെ പരിപാടി. പൈസ കൊടുത്തിട്ട് ആ പെണ്ണിന്റെ ഇത് കാണിക്കില്ല ഒരു ഇതാ ഞാൻ മെസ്സേജ് അയച്ചത് പിന്നെ ഫുൾ ഒരു ആ പേര് കാണാണ്ടിങ്ങനെ കാണിക്കും. നമുക്ക് ഇതിന്റെ ഒന്ന് ടെക്നിക്കൽ വലിയ വശമൊന്നും അറിയാം. ആ പെണ്ണ് മൊത്തം മെസ്സേജ് അൺസെൻഡ് ചെയ്തു. ഇപ്പൊ മൊത്തം മെസ്സേജ് അൺസെൻഡ് ചെയ്തു. ഗൈസ് ഒരു കാര്യം കൂടി പറയാം, ഒരിക്കലും നമ്മൾ ചെറ്റത്തരം ചെയ്യൂല. നിങ്ങൾ പ്രൂഫ് വന്നു കഴിഞ്ഞാൽ പ്രൂഫ് മാത്രമേ തരൂ, നിങ്ങൾ എക്സ്പോസ് ചെയ്യൂല. പ്രൂഫ് മാത്രം ഓൻ കാരണം ലൈഫ് പോയ ആരായാലും മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഉണ്ട്, നമ്മൾ ഡീൽ ചെയ്തരാം. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഒന്നും ടെക്നിക്കലായിട്ട് ഇതിന്റെ ഒന്നും വല്ല ഓൻ ചെയ്യുന്ന പോലെ ഒന്നും പറ്റിക്കാൻ അറിയാത്തുള്ളൂ. എന്തായാലും ആരെങ്കിലും ഒരാൾ ഇതിനായിട്ട് ഇറങ്ങണോണ്ട്. ഇതെന്താ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് നിങ്ങൾ അവിടുന്ന് ഇറങ്ങി, ഇത് എന്തുകൊണ്ട് കാണാണ്ട്. അച്ചായന്റെ കാര്യം ഞാൻ ഒരു കാര്യം കേട്ടോ, അച്ചായന് പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇവൻ ക്രിപ്റ്റോന്നും ആ കളമശ്ശേരി എന്നുള്ള സമയത്ത് എന്റെ എന്താ അതിനും തെളിവില്ല, വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കുക എന്താ പറഞ്ഞറിയോ ആ ചാകം കിടക്കുന്ന തള്ളക്ക് ഞാൻ എന്തിനാ പൈസ കൊടുക്കുന്നത്? ഉമ്മ സത്യം, എന്റെ പെറ്റുമ്മ സത്യം, ഞാൻ കേട്ടതാണ്. അച്ചായ പൊന്നച്ചായ നിങ്ങൾ പോയത് നന്നായി, നിങ്ങൾ തുറന്നു പറയണം. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം. നിങ്ങൾ അച്ചായ അറിയില്ല, പക്ഷെ അറിയുമെങ്കിൽ അത് തുറന്നു പറയണം. അച്ചായ നിങ്ങൾ പോയത് നന്നായി, ഞാൻ കാര്യമായിട്ട് പറയാം, നിങ്ങൾ പോയത് നന്നായി. നിങ്ങളെ അതായത് അമ്മ വിട്ടുപോയി എല്ലാവർക്കും അറിയാം. ആ അമ്മേനെ പോലും ആ നിയാദ് എന്ന് പറഞ്ഞ പൊലയാടി പുണ്ടച്ചി മോൻ പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി ഹോസ്പിറ്റൽ ആയിരുന്ന സമയത്ത്, അതായത് അച്ചായന്റെ അമ്മച്ചി ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ആസ്റ്ററിൽ തന്നെ ആസ്റ്ററിലാണ് അമ്മച്ചി കടന്നത്. ഈ പൂറി മോൻ എന്താ പറഞ്ഞറിയോ? ഞാൻ അത് പറയുന്നില്ല, എനിക്ക് കുറച്ച് ഇതുണ്ട് മുത്തേ. ഞാൻ ബാക്കി എന്തും ചെയ്യും, ഞാൻ എന്തും ചെയ്യും. പക്ഷെ ഈ ഉമ്മ മാറിയും പ്രായത്തിനനുസരിച്ചല്ല നമ്മള് കുറച്ച് ബഹുമാനിക്കുന്നുണ്ട് ബ്രോ. അതുണ്ട് നമുക്കുണ്ട്, ഓനിക്കില്ലെങ്കിലും നമുക്കുണ്ട്.
ഓൻ പറയാ എന്നാ പിന്നെ ചാകം കിടക്കുന്ന തള്ളക്ക് എന്തിനാ ഞാൻ പൈസ ചെലവാക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുതിയ സ്ക്രിപ്റ്റ് ഇറക്കിയ നാറിയാണ്. ആ എന്നിട്ട് പറയാ പോയി നാട്ടിലെ ക്രിപ്റ്റോ പോയി ആ അത് ഭയങ്കര പോയിട്ടില്ല, ഓനൊരു തേങ്ങ ഉണ്ടായിട്ടില്ല. അമ്മ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇവന്റെ കമ്പനിയാണ് പോലും അപ്പാട് പിറ്റേ ദിവസം വീഡിയോ മാസം 7 മാസം എന്തോ ആയി. എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമെങ്കിൽ അത് തെളിയിക്കടാ. നീ നീ എന്തിനാടാ ഈ പച്ച കളിച്ച് കളഞ്ഞത് ഇന്നലെ നമ്മള്. തന്നെ ഓന്റെ അൺബാൻ ആക്കി. എടാ എന്തിനാടാ കള്ളത്തരം പറയുന്നത്? അതിൽ നിന്ന് ഒരു 5 പൈസ കിട്ടായിട്ട് ഇവൻ ഒഴിവാക്കിയത്. ഇവന്റെ ഷൂവിന്റെ തുടങ്ങിയല്ല, നീ നിർത്തിച്ചല്ല പറഞ്ഞിട്ട്. എടാ എന്തിനാടാ വെറുതെ ഓരോ കാര്യം? നിന്റെ അത്രയും വലിയ ഇൻസ്റ്റ പോക്കണോ? അതിനെ പോക്കാൻ തന്നെ എത്ര പൈസ ഉണ്ടാവും? ബാംഗ്ലൂർ ഇഷ്യൂസ് ഞാൻ പറയാം. ഞാൻ എന്റെ കാര്യങ്ങൾ പറയട്ടെ. ആണേ ഞാൻ എല്ലാ ഇഷ്യൂസും എല്ലാ കുണ്ണിയും ഞാൻ പറഞ്ഞുതരാം. കേട്ടിരാ ഉണ്ട് വീഡിയോസ് ഉണ്ട്. ഇത് നമ്മള് നാളെ ഇതും കൊണ്ട് വരും. മനസ്സിലാ? നാളെ നമ്മള് പ്രോപ്പർ കുറച്ചും കൂടി സാധനങ്ങൾ വീഡിയോസ് കൊണ്ട് തന്നെ നമ്മള് വരും. ഒരു പെണ്ണുങ്ങള് കോളാക്കും. എടാ ഞാൻ ഇവന്റെ മുമ്പിലൊന്ന് പെണ്ണുങ്ങളെയും കൊണ്ട് പോവല്ലടാ മക്കളെ. ഇവന്റെ മുമ്പിലൊന്ന് പെണ്ണുങ്ങളെയും കൊണ്ട് പോവല്ല. ഇവൻ പെണ്ണ് പിടിയനാ. ഒന്നാമത്തെ കാര്യം, എത്രയോ പെമ്പിള്ളേർക്ക് 18 വയസ്സാകാത്ത പെമ്പിള്ളേർക്ക് വരെ വയറ്റിലാക്കി കൊടുത്തിട്ട് ഇവൻ പറയുന്നത് നിങ്ങൾ വോയിസ് അടക്കം കേട്ടിട്ട് നിങ്ങൾക്ക് ആ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നാ ഈ പറഞ്ഞ പോലെ എന്താ പറയാ പെണ്ണിനെ പിടിച്ച് പാവത്തിനെ പിടിച്ച് പണ്ണണം. അതാണ് ഇവന്റെ ആഗ്രഹം. പാവം പെമ്പിള്ളേരെ പിടിച്ച് കളിക്കുക. മനസ്സിലായി? അവരാകുമ്പോൾ കേസിനും ഇതിനൊന്നും പോകില്ല എന്നാ പറയാ. അങ്ങനത്തെ പെമ്പിള്ളേരെ പിടിച്ച് കളിക്കുക എന്നുള്ളതാണ് ഇവന്റെ ഹോബി. മാമു ബാക്കി നീ മറ്റേ ബാംഗ്ലൂരെ കേസ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. എല്ലാം കുറച്ചങ്ങോട്ടിരുന്നു വീഡിയോ കണ്ടു. അതാ പറഞ്ഞത്. അഷ്പാക്കിന് അയച്ചാൽ മതി കേട്ടാ. സീരിയസ്ലി കോൺഫിഡൻസില്ല. കാരണം നമുക്കറിയാം ആൾക്കാർ മെസ്സേജ് നിങ്ങളെല്ലാം കൂട്ടത്തിലുള്ള പെങ്ങന്മാരെ പോലും ഇവൻ പേപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പോലും അത് അറിയണ്ടാവില്ല. ഇവൻ ഈ ഫെയിമും ഇതുള്ളതുകൊണ്ട് പെണ്ണുങ്ങൾ വന്നു പോയിട്ടാ മറ്റേ വീട്ടില്. അതല്ല ഞാൻ പറയട്ടെ. രണ്ട് മാസം മുമ്പ് ഒരു പെണ്ണിനെ ചെയ്തതിന്റെ പെണ്ണ് മെസ്സേജ് ഇത് സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഇതായിട്ട് നമ്മൾ വരും. ഓക്കെ അല്ല നാളെ നമ്മള് കുറച്ചും കൂടി തെളിവായിട്ട് നാളെ നാളെ പറഞ്ഞാൽ മതിയാ. നാളെ പറയാം അങ്ങനെ. കാരണം ഇന്ന് പറയേണ്ടതെല്ലാം ഓൾറെഡി പറഞ്ഞു. ഇനി നാളെ അപ്പുറത്തുനിന്ന് ഒരു ലൈവ് ഉണ്ടാവും. ഈ റാംബോ എന്ന് പറഞ്ഞാൽ പുതപ്പ് പട്ടിയെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അപ്പുറത്ത്, ഓൻ നാളെ ലൈവ് ഉണ്ടാവും. ഇനിയിപ്പോ ഈനെല്ലാം ഭയങ്കര ചിലപ്പോ അനക്കും ഒന്ന് നാളെ കരഞ്ഞിട്ടുള്ള ഒരു ലൈവ് ആയിക്കും നിങ്ങൾ കാണാൻ. സീറോ പ്രൂഫ് എന്നല്ല പറഞ്ഞ. സീറോ പ്രൂഫ്. ഇതിന്റെ അപ്പുറത്തോട്ട് എന്താടാ പ്രൂഫ് വേണ്ട? ഓന്റെ കാറിൽ നമ്മള് ബാക്കിലിരിക്കുന്നു. ഇതാ കണ്ടോ? ഇതാ അത്രയും പാവം ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. ഒന്ന് ബായി പൂട്ടട ഒന്ന് കേൾപ്പിച്ചു കൊടുക്കട്ടെ. സീറോ പ്രൂഫ് എന്ന് പറഞ്ഞ ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് ഇതാ. ഇതിന്റെ അപ്പുറത്തോട്ട് എന്താടാ പ്രൂഫ് ഉണ്ട്? ഓന്റെ കാറിലിരുന്ന് ഓൻ പെമ്പിള്ളേരെ കുറിച്ച് പറയുന്നേന്ന്. പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമെന്നാണ് ഇവൻ ചോദിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തോട്ട് പ്രൂഫ് ഉണ്ടല്ലോ. പാവത്തിങ്ങളെ കളിക്കാൻ കിട്ടും. ഇവന്റെ ഹോബിയാണ്. പാവം പെമ്പിള്ളേരെ കാണുമ്പോൾ പൈസ ചെയ്തൊന്നുമില്ലാത്ത വീട്ടിലുള്ള പെമ്പിള്ളേരെ കാണുമ്പോൾ പിടിച്ച് കളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ ചെയ്ത് കൊടുത്ത് വയറ്റിലായി കഴിഞ്ഞാൽ എന്തെല്ലാം സാധനവും മേടിച്ച് കൊടുത്ത് ഇതാക്കിയിട്ട് പണി കൊടുക്കുക. ഇതിനെക്കാട്ടി വല്ല തെളിവുണ്ടല്ലോ. ഞാൻ പറയുന്നത് പോലീസ് കേസെടുക്കണം. മനസ്സിലാ? 18 വയസ്സ് തികയാത്ത എത്ര പെമ്പിള്ളേർ ഇവൻ പേപ്പിച്ചിട്ടുണ്ട് അറിയോ? എത്ര എൻ്റെ വീട്ടില് പെങ്ങളുണ്ടാ, എൻ്റെ വീട്ടില് പെങ്ങളുണ്ട്. മനസ്സിലാ? അതുകൊണ്ട് 0% പ്രൂഫ് എന്ന് പറയുന്ന മൊണ്ണക്കല്ല ഞാൻ ഇപ്പൊ കാണിച്ചത്. മനസ്സിലാ? ഇതിന്റെ അപ്പുറത്തോട്ട് എന്താ പ്രൂഫ് ഉണ്ട്? കുറച്ച് കാര്യങ്ങൾ അധികം കൊണയടിപ്പിച്ച് നിർത്തുന്നില്ല. പക്ഷെ നിങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട് ബാംഗ്ലൂർ ഇഷ്യൂ. അതിന് മുമ്പ് നമ്മളെ കുണ്ടൻ. എടാ ആരാണ് കുണ്ടൻ? അതായത് ഞാൻ നിന്നെ വെല്ലുവിളിക്കുക. അത്ര തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ ആരാ കുണ്ടൻ? എടാ നീയല്ലടാ ശരിക്കും കുണ്ടൻ. നീയല്ല കുണ്ടൻ. ഗൈസ് നമ്മള് ഗ്യാങ്ങില് ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോ അന്ന് ഗസ്റ്റ് ആയിട്ട് വന്ന കൂട്ടത്തിലൊരു ചെക്കനുണ്ട്. ആ ചെക്കൻ ഇപ്പൊ എനിക്ക് മെസ്സേജ് ബ്രോ, ലൈവിൽ നിങ്ങൾ തെറി വിളിച്ച് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നല്ലോ ഞാൻ കേട്ടത് അന്ന് വീട്ടിൽ വന്നപ്പോ. അല്ല അത് വിടറ. നീ ഇത് പറ, കാര്യം പറ മാമോ. അപ്പോ ഞാൻ പറയും കേരള പോലീസ് കേസ് എടുക്കണം. ഇവൻ വന്നിട്ട് നമ്മളെ പേപ്പിച്ചിട്ടുണ്ട് കുറെ. അതിൽ മനസ്സിലായിട്ട് തന്നെ നടന്ന് ഇറങ്ങിയത്. മനസ്സിലായോ? പിന്നെ ഇതാ
ഈ പറഞ്ഞ പോലെ പെമ്പിള്ളേരെ കുറിച്ച് കാർന്ന് ഇവന്റെ കാറിൽ ഇവൻ പറയുന്നു പാവത്തിങ്ങളെ പെമ്പിള്ളേരെ പിടിച്ച് ഞാൻ കളിക്കും, പാവത്തിങ്ങളെ പെമ്പിള്ളേരെ കിട്ടിയാൽ ഞാൻ കളിക്കും. അനാൻഷ എന്ന് പറഞ്ഞ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത നായിയാന്ന് ഇവൻ, മനസ്സിലായി? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത നായി. പക്ക പറഞ്ഞ വീട്ടിൽ കയറ്റാനോ പെണ്ണുങ്ങളെ ഇവനെ കാണിച്ചു കൊടുക്കരുത്, മനസ്സിലാ? കാണിച്ചു കൊടുത്താൽ നോക്കി വിടും. നിങ്ങൾക്ക് വിശ്വാസം വരൂലെന്നറിയാം, അതുകൊണ്ടാണ് പ്രൂഫ് കാണിച്ചത്, മനസ്സിലായ? പ്രൂഫാണിത്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് പ്രൂഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി? ഇവന്റെ കാറിൽ പോകുമ്പോ ഇവൻ പറയുന്ന കാര്യമാണ്, മനസ്സിലാ? ഇവന്റെ കാറിൽ പോകുമ്പോ ഇവൻ പറയുന്ന കാര്യം ഇത്. ഇതാ പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമോ? ഇതല്ല, ഇതിന്റെ അപ്പുറത്ത് എന്താടാ പ്രൂഫ് വേണ്ടേ? ബാക്കി കാര്യം പറഞ്ഞു കൊടുക്ക. അല്ല എന്താ പ്ലേഫുൾ നീ കാര്യം പറഞ്ഞു കൊടുക്കടാ. ഓക്കെ, മമ്മു കൊണ്ടാടാ ശരിക്കും ആരെ കൊണ്ടാടാ? നീയാതെ ഞാൻ ഗൈസ് ഓൾറെഡി ഞാൻ നാറി. കാരണം ഇല്ലാത്തൊരു കുറ്റവും പറഞ്ഞ് ഞാൻ ഷമീറിന് അങ്ങ് വീഡിയോ കാണിക്കാണ്ടല്ലോ സംസാരിച്ച്. പറഞ്ഞു കൊടുക്ക്. ഞാൻ ഞാൻ പറയട്ടെടാ, ഞാൻ അത്ര സമയാണോ? അതായത് എനിക്ക് ഇഷ്ടം പോലെ ഗേൾസും ലേഡീസും മെസ്സേജ് അയക്കുന്നുണ്ട്. പറയാൻ പേടിയാവുന്ന വോയിസ് കേൾപ്പിക്കോ, നിങ്ങള് ഫോട്ടോ കാണിക്കോ, ഒന്നും കാണിക്കൂല. ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോ, നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും കാണിക്കൂല. ഫുൾ ഇതിൽ നാളെ കുറച്ചും കൂടി ഇതായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് എല്ലാ രീതിയിലും നിങ്ങളെ സേഫ് ആക്കിയിട്ട് മാത്രമേ നീ ഇതാക്കി നിന്റെ കാര്യം പറ. മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് നിന്നെ എന്താ ചെയ്തേന്നോ? അവിടെ മുത്തേ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടു മുമ്പേ കളമശ്ശേരി വീട്ടിൽ നിന്ന് ഇവൻ നമ്മളെ കൊണ്ടുവരാമെന്നല്ല പറഞ്ഞത്. ഉമ്മ സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവന്റെ വായിലിട്ടിട്ടില്ല. അങ്ങനെ നീയാതെ എനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കാ, എനിക്ക് അത്ര എനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ എടാ നായിന്റെ മോനെ ഞാൻ കത്തി ഇവിടെ വെക്കും, കേട്ടടാ? നീ അത്ര തെളിയിക്കാൻ ധൈര്യം തന്തക്ക് പറഞ്ഞവനാണ്. അതായത് എടാ ഞാൻ ഉള്ള മൊത്തത്തിൽ ഞാൻ പറയും, കാരണം ഞാൻ ഓൾറെഡി ഇവൻ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇവന്റെ സാമാനം ഇവന്റെ ഇതുവാന്ന് പബ്ലിക്കിലേക്ക് ഇട്ടത്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ നിയാദ് എന്ന് പറഞ്ഞ കുണ്ണേ, നീ കള്ള് തന്ന് കല്ലും എല്ലാം നിയാദ് തന്ന്, എല്ലാം തന്ന്. ഇപ്പുറത്തുനിന്ന് ഏതോ ഒരു പണി ഇതേപോലത്തെ കൊറേ പെമ്പിള്ളറ ഓന് ഞങ്ങക്ക് അതിന്റെ ഇത് പറയാൻ പറ്റില്ല. ക്ഷമ, ഞാൻ എന്തെല്ലോ പറഞ്ഞു, എന്താ പറയാ, കൊറേ പെമ്പിള്ളറ പയപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏതൊരു പെണ്ണ് എടാ ഞാൻ കണ്ടിന് മുത്തേ, ഞാൻ കണ്ടിന്. അതായത് കളമശ്ശേരി വീട്ടിലേക്ക് ബ്രേക്ക് എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ഒരു മാസം. ഞാൻ പറയട്ടെ, പറയുമ്പോ മൊത്തത്തിൽ പറയണോ, അല്ലാണ്ട് ഒന്ന് മാത്രം പറത്തി പിന്നെ നാളെ മറ്റേത് ഇതാക്കരുന്ന് പറയണോ? കാരണം ഞാൻ കണ്ടതാണ്. അതായത് നിയാദിന്റെ കൂടെ ഇത്രയും നിന്നിട്ടുള്ള ഞാന് ഇവൻ ഡെയിലി ഓരോരോ പൊമ്പിളറാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ഞാൻ കാണുന്നതും പിന്നെ എന്നോട് പറയും, എടാ ഇങ്ങനെ വീടെല്ലാം വൃത്തിയായി ഇതാക്കണം, കാരണം പെണ്ണ് വരുന്നതാണ്, പിന്നെ നീ അധികം പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ, നീ ഉള്ളിൽ തന്നെ ഇരിക്കണം, പിന്നെ ഈ ഓളെ ഇന്നെ കണ്ട ഭയങ്കര ഇതാവും, എല്ലാം തന്നെ ഇപ്പം ക്യൂൻസേന് സെറ്റാക്കിയിട്ട് തന്നെ ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ ക്യൂൻസേ പോയിച്ച സെറ്റാക്കല്, ഞാൻ കൊച്ചിയിൽ ഇങ്ങനെല്ലാം പറയുമ്പോൾ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് കളമശ്ശേരി എന്നുള്ള വീട്ടിൽ നിന്നുണ്ടല്ല മൊത്തം പൊമ്പിളറും കഞ്ചാവും കള്ളും MDMA. എടാ ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കുടുങ്ങുന്നത്. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ആ കേസിൽ കൊടുക്കുന്നത്. പ്രൂഫ് മുത്തേ, ഇതിന് പ്രൂഫില്ല. ഞാൻ ഉള്ള ഓർന്ന് പറയും, ഇതിന് പ്രൂഫില്ല. പ്രൂഫ് ഇതാ നാളെ വരും. എല്ലാ പൊമ്പിളറും നാളെ വേണേ മെസ്സേജ് അയക്കും. അന്നേരം കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം